ഇപ്പോൾ നൈമിഷാരണ്യത്തിലെ പ്രത്യേക വേദിയിൽ ആരാധ്യനായ സംപൂജ്യ സ്വാമിജി സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി അവറുകൾ പ്രഭാഷണം നടത്തുകയാണ്. അദ്ദേഹത്തെ പ്രഭാഷണം നടത്തുന്നതിനായി ഏറെ ആദരവോടുകൂടി ഭക്തിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം നമഃ ശിവായ. ശിവായേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഷഡാനനം ചന്ദനലേപിതാംഗം മഹോരസം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കലാഭ്യാം ചൂഡാലങ്കൃതശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ. ശിവാഭ്യാം അസ്തോകത്രിഭുവനശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായൈ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. എല്ലാവർക്കും ബ്രഹ്മാണ്ഡ പുരാണ സത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നമുക്ക് ഈ കൊട്ട് കഴിയുന്നത് വരയ്ക്ക് ഇപ്പം നിങ്ങൾക്കെല്ലാം തന്നിട്ടുള്ളതായിട്ടുള്ളൊരു കീർത്തനം, ഒരു സ്തോത്രമുണ്ട്. അത് വായിക്കാം. ഞാൻ വായിക്കാം, നിങ്ങൾ ഒപ്പം ഫോളോ ചെയ്യാൻ ശ്രമിച്ചോളൂ. അറിയുന്നവരൊപ്പം വായിച്ചോളൂ, അല്ലാത്തവർ നോക്കിയിരുന്നോളൂ. ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ പ്രഭാഷണം ചെയ്യാനും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഒരു പ്രാവശ്യം കേട്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കതൊന്ന് പാരായണം ചെയ്യാം. എല്ലാവരും ശ്രദ്ധയോടെ നോക്കിയിരിക്കാം. ഓം നമഃ ശിവായ. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേ ക്വഥയതി നിതരാം ജാഠരോ ജാതവേദാഃ. യദ്യദ്വൈ തത്ര ദുഃഖം
വേദയതി നിതരാം ശക്യത്തെ കേന വക്തും ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ബാല്യേ ദുഃഖാതിരേകാത് മലലുളിതവപുഃ സ്തന്യപാനേ പിപാസുഃ നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവമലജനിതാ ജന്തവോ മാം തുദന്തി. നാനാരോഗാദിദുഃഖാത് രുദിതപരവശഃ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. പ്രൗഢോഹം യൗവനസ്ഥോ വിഷയവിഷധരൈഃ പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേകഃ സുതധനയുവതി സ്വാദു സൗഖ്യേ നിഷണ്ണഃ. ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാധിരൂഢം ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. വാർദ്ധക്യേ ചേന്ദ്രിയാണാം വികലഗതിമതിശ്ചാധിദൈവാദിതാപൈഃ പ്രാപ്തൈർരോഗൈർവിയോഗൈഃ വ്യസനകൃശതനോർജ്ഞപ്തിഹീനം ച ദീനം മിഥ്യാമോഹാഭിലാഷൈഃ ഭ്രമതി മമ മനോ ദൂർജടൈർധ്യാനശൂന്യം ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. സ്നാത്വാ പ്രത്യൂഷകാലേ സ്നപനവിധിവിധൗ നാഹൃതം ഗാംഗതോയം പൂജാർത്ഥം വാ കദാചിത് ബഹുതരഗഹനേ ഗണ്ഡബിൽവീദളം വാ. നാനീതാ പദ്മമാലാ സരസി വികസിതാ ഗന്ധപുഷ്പൈസ്ത്വദർത്ഥം ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ദുഗ്ധൈർമദ്വാജ്യയുക്തൈഃ ദധിഗുളസഹിതൈः സ്നാപിതം നൈവലിംഗം നോലിപ്തം ചന്ദനാദ്യൈഃ കനകവിരചിതൈഃ പൂജിതം ന പ്രസൂനൈഃ ധൂപൈർകർപ്പൂരദീപൈഃ വിവിധരസയുതൈർനൈവ ഭക്ഷ്യോപഹാരൈഃ ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. നോ ശക്യം സ്മാർത്തകർമ്മ പ്രതിപദഗഹനേ പ്രത്യവായാകുലാഢ്യേ ശ്രൗദേ വാർത്താ കഥം മേ ദ്വിജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ. തത്വേ അജ്ഞാതേ വിചാരേ ശ്രവണമനനയോഃ കിം നിദിധ്യാസിതവ്യം ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ധ്യാത്വാ ചിത്തേ ശിവാഖ്യം പ്രചുരതരധനം നൈവ ദത്തം ദ്വിജേഭ്യോ ഹവ്യം തേ ലക്ഷസംഖ്യൈർഹുതവഃ വദനേനാർപ്പിതം ബീജമന്ത്രൈഃ നോ തപ്തം ഗാംഗതീരേ വ്രതജപനിയമൈഃ രുദ്രജാപ്യം ന ജപ്തം ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. നഗ്നോ നിസ്സംഗശുദ്ധഃ ത്രിഗുണവിരഹിതോ ധ്വസ്തമോഹാന്ധകാരോ നാസാഗ്രന്യസ്തദൃഷ്ടിഃ വിദിതഭവഗുണോ നൈവ ദൃഷ്ടഃ കദാചിത്. ഉന്മന്യാവസ്ഥയാ ത്വാം
വിഗതഗതിമതി ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. സ്ഥിത്വാ സ്ഥാനേ സരോജേ പ്രണവമയമരുത്കുംഭിതേ സൂക്ഷ്മമാർഗേ ശാന്തേ സ്വാന്തേ പ്രലീനേ പ്രകടിത വിഭവേ ദിവ്യരൂപേ ശിവാക്യേ ലിംഗജ്ഞേ ബ്രഹ്മവാക്യേ സകലതനുഗതം ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ഹൃദ്യം വേദാന്തവേദ്യം ഹൃദയ സരസിജേ ദീപ്തമുദ്യത്പ്രകാശം സത്യം ശാന്തസ്വരൂപം സകലമുനിമനഃ പദ്മഷണ്ഡൈകവേദ്യം ജാഗ്രത് സ്വപ്നേ സുഷുപ്തൗ ത്രിഗുണവിരഹിതം ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ചന്ദ്രോദ്ഭാസിതശേഖരേ സ്മരഹരേ ഗംഗാധരേ ശങ്കരേ സർപ്പൈർഭൂഷിതകണ്ഠകർണവിവരേ നേത്രോത്ഥവൈശ്വാനരേ ദന്തിത്വകൃതസുന്ദരാംബരധരേ ത്രൈലോക്യസാരേ ഹരേ മോക്ഷാർത്ഥം കുരു ചിത്തവൃത്തിമഖിലാം അന്യൈസ്തു കിം കർമ്മഭിഃ കിം യാനേന ധനേന വാജികരിഭിഃ പ്രാപ്തേന രാജ്യേന കിം കിം വാ പുത്രകളത്രമിത്രപശുഭിഃ ദേഹേന ഗേഹേന കിം ജ്ഞാത്വൈതക്ഷണഭംഗുരം സപതിരേ ത്യാജ്യം മനോ ദൂരതഃ സ്വാത്മാർത്ഥം ഗുരുവാക്യതോ ഭജ ഭജ ശ്രീപാർവതീവല്ലഭം. പൗരോഹിത്യം രജനിചരിതം ഗ്രാമണീത്വം നിയോഗോ മാഠാപത്യം ഹ്യനൃതവചനം സാക്ഷിവാദഃ പരാന്നം ബ്രഹ്മദ്വേഷഖലജനരതി പ്രാണിനാം നിർദയത്വം മാ ഭൂത് ഏവം മമ പശുപതേ ജന്മ ജന്മാന്തരേഷു. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതി ക്ഷയം യൗവനം പ്രത്യായാന്തി ഗതാഃ പുനർന ദിവസാഃ കാലോ ജഗദ്ഭക്ഷകഃ ലക്ഷ്മീസ്തോയതരംഗഭംഗചപലാ വിദ്യുച്ഛലം ജീവിതം തസ്മാന്മാം ശരണാഗതം കരുണയാ ത്വം രക്ഷ രക്ഷാധുനാ. തസ്മാന്മാം ശരണാഗതം കരുണയാ ത്വം രക്ഷ രക്ഷാധുനാ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതമവിഹിതം വാ സർവമേതച്ഛമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നാരായണ. ഹരി ഓം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാതെ തോന്നുന്നു അല്ലേ? എനിക്ക് പക്ഷേ എൻ്റെ ഏറ്റവും അടുത്താണ് ഇത് നടക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വിഷമമുണ്ട്. എന്തായാലും ഇപ്പോൾ കഴിയുമായിരിക്കും. 1-2 മിനിറ്റേ ഉണ്ടാവുള്ളൂ. എൻ്റെ തൊട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അത് തീരുന്നത് വരെ നമുക്കൊരു നമഃശിവായ ജപിക്കാം, കുറച്ച് എല്ലാവർക്കും കൂടിയിട്ട്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.
ഓം നമ ശിവായ, ഓം നമ ശിവായ. എല്ലാവരും ചൊല്ലി കേട്ടോ, ഏറ്റു ചൊല്ലി. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ.
ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ. നാരായണ. ഇതിന് കഴിഞ്ഞു, അതോടുകൂടി പറന്നിറക്കലും കഴിഞ്ഞു അല്ലേ? വേഗം അവിടുന്ന് മാറണം കേട്ടോ. അപ്പോഴും കഴിഞ്ഞു. ഇനി ആരെങ്കിലും വന്നാൽ ഓരോരുത്തരായിട്ട് വിളിച്ചാൽ മതി, ബാക്കി മാറ്റി നിർത്തുക. കാരണം ഈ മുമ്പിലുള്ളവരുടെ ശ്രദ്ധയെല്ലാം പോവും. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. നമ്മൾ ഉമാസമേതനായ മഹാദേവൻ്റെ സന്നിധിയിലാണ് അല്ലേ? അപ്പം നല്ല ഭഗവാൻ തൻ്റെ ശക്തിയെ മടിയിലിരുത്തി ആ ശക്തിയെ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്ന അതിവിശിഷ്ടമായിട്ടുള്ളൊരു ഭാവത്തിലാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഇവിടെയുള്ള പാർവതി പരമേശ്വരന്മാരെ ഒന്നിച്ച് വണങ്ങുന്നത്, ദിവസവും തൊഴുന്നത് എല്ലാം എല്ലാവർക്കും എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാക്കി തീർക്കും. പ്രത്യേകിച്ച് കുടുംബ ഭദ്രത ഇന്ന് ഏറ്റവും അല്ലേ ഉലഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ കുടുംബങ്ങളിലുമുള്ള ആ സ്നേഹബന്ധങ്ങളെല്ലാം. അപ്പം അതെല്ലാം ദൃഢമാക്കി തീർക്കാൻ ഈ ദമ്പതീ ഭാവത്തിലിരിക്കുന്ന മഹാദേവനെ പാർവതീ സമേതനായി എല്ലാവരും ഭക്തിപൂർവം ഉപാസിക്കുക. നിങ്ങളുടെ എല്ലാം കുടുംബങ്ങളിൽ നിങ്ങളുടെ അല്ലേ കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ളത്. എല്ലായിടത്തും ഇപ്പം അത് സാധാരണമായിരിക്കണം. ഇനി വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവരുടെ സംഖ്യ കൂടിക്കൂടി വരണു അല്ലേ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ. അപ്പം അതൊക്കെ മാറണമെങ്കിൽ, നമ്മുടെ സമൂഹം അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ സന്തതി പരമ്പരകൾ നിലനിൽക്കണമെങ്കിൽ എല്ലാറ്റിനും ആരുടെ അനുഗ്രഹം വേണം? ആ ജഗത്തിൻ്റെ മാതാപിതാക്കളായിരിക്കുന്ന അമ്മ ആ ദേവിയുടെയും അതുപോലെ അപ്പനായിരിക്കുന്ന മഹാദേവന്റെയും അനുഗ്രഹം വേണം. ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ എന്ന കാളിദാസൻ തൻ്റെ രഘുവംശ ആരംഭത്തിൽ സ്തുതിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനൊരു ശ്ലോകം ചൊല്ലിയത്. ശിവാനന്ദ ലഹരി എന്ന് പറയുന്ന സ്തോത്രം ആരംഭിക്കുമ്പോൾ ശങ്കരാചാര്യർ സ്തുതിച്ചതാണ്. കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. എൻ്റെ ഈ നമസ്കാരം ആ രണ്ട് ശിവകൾക്കായി ഭവിക്കും. ഒരു ശിവനും ശിവയ്ക്കും. അതാണ് ശിവാഭ്യാം. നമഃശിവായ നമഃശിവായൈ എന്ന് വേറിട്ട് പറയുന്നത്. അതിന് രണ്ടും കൂടി ചേർത്താൽ എന്തായി? നമഃശിവാഭ്യാം എന്നായി. അപ്പോൾ ആ രണ്ടു പേർക്കുമായിട്ടുള്ള
നമസ്കാരമാണ് ആചാര്യന്മാരൊക്കെ ചെയ്യുന്നത്. ആ രണ്ടുപേരും ചേരുമ്പോഴാണ് ഈ പ്രപഞ്ചം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. അതാണ് സൗന്ദര്യലഹരി എന്നൊരു സ്തോത്രം ആരംഭിക്കുമ്പോൾ ശങ്കരാചാര്യ പറയുന്നത്, ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. അവിടെ ആ ശിവനും ശക്തിയും കൂടുമ്പോഴാണ് ഈ പ്രപഞ്ച വ്യാപാരമുണ്ടാകുന്നത്, പ്രപഞ്ച ലീലകൾ, സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊക്കെ നടക്കുന്നത്. ശിവൻ തനിയാണെങ്കിൽ ശിവൻ ഏത് ഭാവത്തിലാണ്? താപസനായിട്ടാണ്, തപസ്സിൽ മുഴുകി അന്തർമുഖനായിരിക്കുകയാണ്. അവിടെ പ്രവൃത്തിയൊന്നുമില്ല, നിവൃത്തി നിരതനാണ് മഹാദേവൻ. ഭാര്യ കൂടെ ഉണ്ടെങ്കിലോ ആള് ഡൈനമിക്കാണ്. ശക്തിയോട് കൂടുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, അനുഗ്രഹം, തിരോധാനം മുതലായിട്ടുള്ള പഞ്ചകൃത്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഭാവത്തിലാണ് എന്നുള്ളത് നിങ്ങളുടെ ഏവരുടെയും അതിഭാഗ്യമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾക്ക് എല്ലാ ക്ഷേമവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഭാഗ്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഹന്തഭാഗ്യം ജനാനാം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ഭാഗ്യമാണ് ഇവിടെ ഈ മഹാദേവനും ആ ദേവിയുമായിട്ട് ഒന്നിച്ച് കുടികൊണ്ട് അനുഗ്രഹം ചെയ്യുന്നത്. അപ്പോൾ ആ ദേവിയെ ഉപാസിക്കുക, ഭഗവാനെ ഉപാസിക്കുക, അതാണ് നിങ്ങൾക്കിനി ചെയ്യാവുന്ന കർത്തവ്യം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വധർമ്മം അനുഷ്ഠിക്കണം. ഓരോരുത്തർക്കും വിധിച്ചിട്ടുള്ളതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് അല്ലേ? കുട്ടികളായിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുക, അതാണ് വിദ്യാർത്ഥികളുടെ ധർമ്മം. അതുപോലെ ഗൃഹസ്ഥന്മാരായാലോ ആ ഗൃഹസ്ഥ ധർമ്മങ്ങളെല്ലാം വേണ്ട പോലെ അനുഷ്ഠിക്കുക. അത് കഴിഞ്ഞ് പ്രായമായി കഴിഞ്ഞാൽ ഗൃഹസ്ഥധർമ്മത്തിൽ നിന്ന് പതുക്കെ റിട്ടയർ ചെയ്യണം അല്ലേ? മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കമ്പൾസറി റിട്ടയർമെൻ്റാണ്. അപ്പോൾ അതുപോലെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ കഴുത്തിന് പിടിച്ച് തള്ളുന്നതിന് മുമ്പ് നമ്മൾ സ്വയം റിട്ടയർ ചെയ്യാൻ സജ്ജരാവണം. അതിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ഇപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ നിങ്ങളെ വല്ല വൃദ്ധസദനത്തിലും കൊണ്ടാക്കും ഇല്ലേ? അതാക്കാതിരിക്കാൻ എന്ത് വേണം? സ്വയം പ്രിപ്പയർഡ് ആവണം, സ്വയം റെഡി ആവണം, സ്വതന്ത്രരാവണം. അവരിൽ നിന്നൊക്കെ എന്താ പറയുക, അവരെ അവരുടെ കർത്തവ്യങ്ങൾ ഏൽപ്പിച്ച് നമ്മൾ മുക്തരാവണം. അതാണ് വാനപ്രസ്ഥ ധർമ്മം എന്ന് പറയുന്നത്. അതിലൂടെ കുറെ പക്വത വന്നതിന് ശേഷം സന്യാസം എന്നുള്ള ഒരു തരത്തിലേക്ക് വേഷം മാറിയാലും ഇല്ലെങ്കിലും അല്ലേ? വേഷം മാറലല്ല സന്യാസം. വേഷം മാറൽ എപ്പോഴും ആ ഓർമ്മ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വേഷം ധരിക്കുന്നതോട് കൂടിയിട്ട് എന്താണ് എൻ്റെ ധർമ്മം എന്ന് എനിക്ക് ഓർമ്മ നിർത്താൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ ആ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അതല്ലെങ്കിലും ഏത് വസ്ത്രം ധരിച്ചിരുന്നാലും ലളിതമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എവിടെ ഇരുന്നാലും ഈശ്വരനിൽ സമർപ്പിതമായ ജീവിതമാണ് എന്ത്? സന്യാസം എന്ന് പറയുന്നത്. ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പം ഇങ്ങനെ നമുക്ക് ധർമ്മങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഏതേത് രംഗത്താണോ പ്രവർത്തിക്കുന്നത് ആ ധർമ്മവും. അപ്പം ഇങ്ങനെ ഓരോരുത്തരും ആ ഈശ്വര ചിന്തയോടുകൂടി വളർന്ന് ഈശ്വരനുമായിട്ട് ഒന്നായി തീരാനുള്ളതാണ് ഈ മനുഷ്യജന്മം. നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കി ആ ഹൃദയത്തിൽ ഗുരുക്കന്മാരിൽ നിന്ന് ആത്മജ്ഞാനം സമ്പാദിക്കണം, ഭഗവാനെ സംബന്ധിച്ച ജ്ഞാനം സമ്പാദിക്കണം. എന്നിട്ട് ഭഗവാനും ഞാനും ഒന്നാണ് എന്നുള്ളതായിട്ടുള്ള ആ ഒരു അറിവ് ഉറയ്ക്കലാണ് യഥാർത്ഥ സന്യാസം എന്ന് പറയുന്നതും യഥാർത്ഥ വൃദ്ധത്വം എന്ന് പറയുന്നതും. നമ്മൾ വൃദ്ധിയെ പ്രാപിക്കലാണ് വൃദ്ധരാവുക എന്ന് പറഞ്ഞാൽ. വയസ്സാകുക എന്ന് പറഞ്ഞാൽ, വൃദ്ധരാവുക എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാതെയാവുക എന്നല്ല. വൃദ്ധി എന്ന് പറഞ്ഞാൽ വളർച്ചയാണ്. അപ്പോൾ ഏറ്റവും വലിയ വളർച്ച എന്താണ്? എല്ലാം ഉൾക്കൊള്ളുന്ന പരബ്രഹ്മമാണ് ഞാനെന്നുള്ള അറിവിലേക്ക് വളരുക. ബ്രഹ്മ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? വലുത് എന്നാണ്. എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ പരബ്രഹ്മം. അത് തന്നെയാണ് ആര്? ഇവിടെ മഹാദേവനും ദേവിയുമായി ഇരിക്കുന്നത്. ആ പരബ്രഹ്മത്തിൻ്റെ രണ്ട് മുഖങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഭാവങ്ങളാണ്, രണ്ട് മാനിഫെസ്റ്റേഷൻസ് ആണ് ആര്? ശിവനും ശക്തിയും. ശിവൻ എന്ന് പറയുമ്പോൾ സദ്ഭാവം,
ശക്തി എന്ന് പറയുമ്പോൾ ചിത് ഭാവം, സത്ത് ചിത്ത് ആനന്ദം എന്നുള്ളതാണ് പരബ്രഹ്മത്തിന്റെ ലക്ഷണം. അതിലെ സത്തും ചിത്തും ആനന്ദവുമാണ് ഇവിടെ കുടികൊള്ളുന്നത്, രണ്ട് രൂപങ്ങൾ എടുത്തുകൊണ്ട്. അപ്പോൾ ആ ഭഗവാനുമായി ഐക്യം പ്രാപിക്കുക. ആ ഭഗവാനും ഞാനും വേറെയല്ല, ആ പരബ്രഹ്മം തന്നെയാണ് എൻ്റെ സ്വരൂപം എന്ന് അറിയലാണ് യഥാർത്ഥ വൃദ്ധി. അപ്പം നമ്മളൊക്കെ വയസ്സാകുമ്പോഴേക്കും ഈ ഒരു അറിവ് നേടണം. അപ്പം അതിനുവേണ്ടി വന്നവരാണ് നമ്മളൊക്കെ. അത് മറന്നാണ് നമ്മൾ ഇത്രയും കാലം അല്ലേ കഴിച്ചു കൂട്ടിയത്. എല്ലാവരും അല്ല, പക്ഷെ ഭൂരിപക്ഷം ആളുകളും അല്ലേ. എത്രയോ പേര് ബാല്യത്തിൽ തന്നെ നല്ല സംസ്കാരം ഉള്ള അച്ഛനമ്മമാർക്ക് ജനിച്ചതുകൊണ്ടും നല്ല സാഹചര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ടും ആ ഈശ്വര ഭക്തിയോടുകൂടി എന്നും ഈശ്വര സ്മരണയോടുകൂടെ അവനവൻ്റെ ആ കർത്തവ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല സംസ്കാരമുള്ളവരായി വളർന്നു. എന്നാൽ ഭൂരിപക്ഷത്തിനും ആ ഒരു എന്താ പറയുക പശ്ചാത്തലം സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വഴിതെറ്റിപ്പോയിട്ടുണ്ട് കുറേ കാലമായിട്ട് അല്ലേ. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന എല്ലാ മൂല്യച്യുതികൾക്കും കാരണം. നമ്മളിപ്പോൾ സമൂഹത്തെ നോക്കി കുറ്റം പറയുന്നുണ്ട്, അതില്ല ഇതില്ല, അല്ലെങ്കിൽ ആ കുറവുണ്ട് ഈ കുറവുണ്ട്, മൊത്തത്തിൽ എല്ലാവരും കള്ളന്മാരായി തീർന്നിരിക്കണു, എവിടെ നോക്കിയാലും അഴിമതിയാണ്, കൊള്ളരുതായ്മകളാണ് എന്ന് നമ്മൾ പറയുന്നു അല്ലേ. അതിന് കാരണം എന്താ? നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ നിന്ന് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വിട്ടുപോയതാണ് അതിന് കാരണം. അപ്പം നമുക്ക് നമ്മുടെ ധർമ്മത്തിലേക്ക് തിരിച്ചു പോകണ്ടേ? വേണോ? ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും വേണോ? നിങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വേണോ? വേണോ? നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സ്വസ്ഥത വേണോ? അപ്പോൾ അവനവൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വസ്ഥത, കുടുംബത്തിലുള്ളതായിട്ടുള്ള ശാന്തി സമാധാനം, സമൂഹത്തിൽ മൊത്തത്തിൽ ക്ഷേമവും ആ എന്താ പറയുക സംസ്കാരവും ഉള്ളതായിട്ടുള്ള ഒരു സമൂഹമായി വളരുക, ഈ രാഷ്ട്രത്തിൻ്റെ മൊത്തത്തിലുള്ളതായിട്ടുള്ള അഭിവൃദ്ധി, ലോകത്തിന് തന്നെ ക്ഷേമമുണ്ടാവുക. അപ്പോൾ ലോകം നല്ലതാവണമെങ്കിൽ വ്യക്തികൾ നന്നാവണ്ടേ അല്ലേ? നിങ്ങളുടെ കുടുംബം നന്നാവണമെങ്കിൽ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയും നന്നാവണം. അതുപോലെ ഈ രാഷ്ട്രം നന്നാവണമെങ്കിൽ രാഷ്ട്രത്തിലെ ഓരോ വ്യക്തിയും സംസ്കാരമുള്ളവരും പൗരധർമ്മ ബോധമുള്ളവരും അല്ലേ, നല്ല സജ്ജനങ്ങളുമായി മാറണം. അപ്പൊ ഈ ലോകമേ നന്നാവണമെങ്കിലോ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ലോകം സുഖിയായി ഭവിക്കുവോ? ലോകം സുഖിയാവണമെങ്കിൽ, ലോകത്തിന് സുഖമുണ്ടാവണമെങ്കിൽ എല്ലാവരും സൽക്കർമ്മങ്ങൾ ചെയ്യണം. സൽക്കർമ്മങ്ങളുടെ ബലമാണ് സുഖം, പാപകർമ്മങ്ങളുടെ ബലമാണ് ദുഃഖം. അപ്പോൾ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നവരാണോ? ഉണ്ടോ? ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ മുമ്പ് എപ്പോഴൊക്കെയോ ചെയ്തതായിട്ടുള്ള ഈ ജന്മത്തിലോ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിലോ ചെയ്തതായിട്ടുള്ള പാപങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ ജീവിതത്തിൽ നിരന്തരം രോഗങ്ങൾ, ദാരിദ്ര്യങ്ങൾ, മറ്റ് കുടുംബ ശൈഥില്യങ്ങൾ, പലതരത്തിലുള്ളതായിട്ടുള്ള പരാജയങ്ങളൊക്കെ വരുന്നത്, വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇനിയെങ്കിലും അതില്ലാതിരിക്കാൻ എന്ത് വേണം? സൽക്കർമ്മങ്ങൾ ചെയ്യണം. പാപകർമ്മങ്ങളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങണം എന്നർത്ഥം. എല്ലാവരും സുഖത്തിനായിക്കൊണ്ടാണ് പ്രയത്നം ചെയ്യുന്നത്. സംശയമുണ്ടോ? എല്ലാവർക്കും ദുഃഖം ഒഴിവാക്കണം വേണ്ടേ? ദുഃഖനിവൃത്തി എല്ലാവരുടെയും ആഗ്രഹമല്ലേ? സുഖപ്രാപ്തിയല്ലേ എല്ലാവരുടെയും താല്പര്യം? അങ്ങനെയാണെങ്കിൽ സുഖപ്രാപ്തി വേണമെങ്കിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചേ പറ്റൂ. സൽക്കർമ്മങ്ങളുടെ ഫലമാണ് സുഖം എന്നുള്ളത്. പുണ്യസ്യ ഫലം സുഖം, പാപസ്യ ഫലം ദുഃഖം. ഇത് എത്രയോ കാലങ്ങളായി ഋഷീശ്വരന്മാര് നമ്മളുടെ പൂർവികര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും തെറ്റ് പറ്റാതിരിക്കാൻ നമുക്ക് ശ്രമിക്കണ്ടേ? വേണ്ടേ? ഇനി നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ നമ്മുടെ വരും തലമുറകൾ പകർത്തുന്നത് അല്ലേ? നമ്മുടെ സന്തതികളൊക്കെ നമ്മളെ കണ്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ അവർക്കും തെറ്റ് പറ്റാതിരിക്കാൻ നമുക്ക് ശരി ചെയ്യാനായിട്ട് ശ്രമിക്കാം വേണ്ടേ? അപ്പോൾ അതിനുള്ള ഒരു മാതൃക, ഒരു സ്തോത്രമാണ് ശങ്കരാചാര്യ ഭഗവത്പാദര് നമുക്കൊക്കെ വേണ്ടി എഴുതി തന്നിരിക്കണം. അല്ലാതെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടല്ല. ഈ ഒരു സ്തോത്രം നമ്മൾ ചൊല്ലിയത് ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം എന്നാണ്.
ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം. എന്താ അർത്ഥം? ശിവൻ അപരാധമൊന്നും ചെയ്തിട്ടില്ല. ശിവ അപരാധം എന്ന് പറയുമ്പോഴേക്കും ശിവൻ അപരാധം ചെയ്തതാണോ എന്നല്ല, നമ്മൾ ചെയ്ത അപരാധത്തിന് ശിവനോട് ക്ഷമാപണം ചെയ്യുന്ന സ്തോത്രമാണ്. അപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങുന്നു ഈ സ്തോത്രം എന്ന് വെച്ചാൽ, ശങ്കരാചാര്യര് നമ്മൾ എവിടുന്നാണ് ആരംഭിച്ചത്? അമ്മയുടെ ഗർഭത്തിൽ നിന്നാണ് അല്ലേ? നമ്മുടെ ജനനം മുതൽക്ക്, അമ്മയുടെ ഗർഭത്തിൽ ജനിച്ചത് മുതൽക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അമ്മയുടെ ഗർഭത്തിൽ വരാൻ കാരണം എന്താണ്, നമുക്കൊക്കെ ഈ ജന്മം കിട്ടാൻ കാരണം എന്താണ്, നമ്മൾ ഏതൊക്കെയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, പുണ്യവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യജന്മം കിട്ടിയത്. ഭാഗ്യം. മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു, മറ്റ് ജന്മങ്ങളിൽ വെച്ചൊക്കെ ദുർലഭമായിട്ടുള്ളതാണ്. ഏറ്റവും ഭാഗ്യമാണ് മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത്. പക്ഷേ ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും ദുഃഖം മാത്രമാണ് അനുഭവിക്കുന്നെങ്കിൽ അവർ മനുഷ്യരായിട്ടില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവനാണ് അല്ലേ? മനനശീലനാണ് മനുഷ്യൻ. മനനം ചെയ്യാൻ കഴിവുള്ളവനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വിചാരം ചെയ്യുക, വേണ്ടത് വിവേകം ചെയ്യുക, നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലത് മാത്രം ചെയ്യാൻ തിരഞ്ഞെടുക്കുക. അപ്പം അങ്ങനെ നല്ലത് ചെയ്യുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ നരകിക്കുന്നുണ്ടെങ്കിൽ, ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതൊന്നും ശരിയായിട്ടില്ല എന്നർത്ഥം. അപ്പം ഇതുപോലെ പൂർവ്വജന്മങ്ങളിലും നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് ഈ ജന്മത്തിലും നമുക്ക് പല, എന്താ പറയുക, ജനിക്കുമ്പോൾ തന്നെ പല വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നു, അംഗവൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നു, അല്ലെങ്കിൽ ദരിദ്രമായിട്ടുള്ള കുടുംബത്തിൽ വന്ന് ജനിക്കുന്നു അല്ലേ? സംസ്കാരഹീനന്മാരുടെ കുടുംബത്തിൽ ജനിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഭാഗ്യമില്ലായ്മ കൊണ്ടാണ്, പാപം കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇനി മാറിക്കിട്ടാനായിക്കൊണ്ട് നമുക്ക് ഈ ജന്മം ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ധാർമ്മികമായി അല്ലേ, മര്യാദക്കാരായി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം, വേണ്ടേ? അപ്പോൾ അതിന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ളൊരു സ്തോത്രമാണ് ഇത്. പഠിച്ച് നിങ്ങൾ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും അത് പാരായണം ചെയ്യുക. ഇത് ക്ഷേത്രങ്ങളിലൊക്കെ ഏത് കർമ്മങ്ങൾ കഴിഞ്ഞാലും പാരായണം ചെയ്യുന്ന പതിവുണ്ട്. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഇത് പാരായണം ചെയ്യുന്നത് കേൾക്കാം. മഹാക്ഷേത്രങ്ങളിലൊക്കെ അവിടുത്തെ ഇപ്പോൾ ഇതിന് നമ്മുടെ പ്രദോഷ ദിവസങ്ങളിൽ അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദോഷത്തിന് അഭിഷേകം ചെയ്യുമ്പോൾ ശ്രീരുദ്രം പാരായണം ചെയ്യും. ആ രുദ്രപാരായണം കഴിഞ്ഞ് അതിൻ്റെ തൊട്ടു പുറകെ ഈ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രവും അവർ ചൊല്ലും. നമ്മുടെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലുള്ള പൂജാവിധി താന്ത്രികമായതുകൊണ്ട് അവിടെ ഉച്ചത്തിൽ ചൊല്ലുന്നില്ല നമ്മുടെ തിരുമേനിമാർ അല്ലേ, പൂജകന്മാർ. അതുകൊണ്ട് നമുക്ക് കേൾക്കില്ല. അവർ ചൊല്ലുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ചിലർ ചൊല്ലുന്നുണ്ടാവും, ചിലർ അറിയാത്തവരുണ്ടാവും. അവർക്കും അതുപോലെയുള്ള ശ്രദ്ധ ഉണ്ടാവട്ടെ, എന്നിട്ട് അവരും ഇതൊക്കെ ചൊല്ലട്ടെ, അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഓരോരോ ശ്ലോകങ്ങളായിട്ട് വേഗം ഓടിച്ചു പോവാം. സമയം വൈകി, 1 മണിക്കൂർ വൈകിട്ടാണ് നമ്മൾ തുടങ്ങിയത്. 11:30 തുടങ്ങേണ്ടതാണ്, 12:30 അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കഴിഞ്ഞു തുടങ്ങണേ ഉള്ളൂ നമ്മൾ. ഇനി അടുത്ത പ്രഭാഷക വന്ന് റെഡിയായിട്ടിരിപ്പുണ്ടാവും. പക്ഷേ നമ്മുടെ തന്നെ വളരെ വേണ്ടപ്പെട്ട ഒരു ശിഷ്യയെ പോലെയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി കേട്ടിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം വായിക്കാം. ആദൗ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിന്മൂത്രാമേധ്യമധ്യേ ക്വദയതി നിതരാം ജാഠരോ ജാതവേദാഃ യദ്യദ്വൈ തത്ര ദുഃഖം വ്യദയതി നിതരാം ശക്യതേ കേന വക്തും ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. അപ്പോൾ ആദൗ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന്. ആദ്യത്തിൽ നമുക്ക് ഈ മാതൃകുക്ഷിയിൽ നമ്മൾ വന്ന് ജനിച്ചു. മാതാവിൻ്റെ കുക്ഷി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ ഗർഭത്തിൽ വന്ന് ജനിച്ചു. അതെങ്ങനെ? കർമ്മപ്രസംഗാതെന്ന് പറഞ്ഞു. നമ്മുടെ പൂർവ്വ ജന്മത്തിലെ കർമ്മങ്ങളുമായിട്ടുള്ള ആസക്തി കാരണമായിട്ട്, ആ കർമ്മങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ പാപകർമ്മങ്ങളുമായിട്ടുള്ള ചേർച്ച കൊണ്ടാണ് നമ്മൾക്ക് ഈ മനുഷ്യജന്മം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കേണ്ടി വന്നത്. ഗർഭപാത്രത്തിൽ കിടക്കുന്ന കാര്യം സുഖമുള്ള കാര്യമാണോ? ആണോ? അവിടെ നല്ല സ്വാതന്ത്ര്യമാണ് അല്ലേ? അവിടെ എയർ കണ്ടീഷൻഡ് ആണല്ലേ? നമുക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള എല്ലാ സുഖങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ? ആണോ? അല്ല.
അപ്പോൾ അത് നരകമല്ലേ? അതിന് പറയുക കുംഭീപാകം എന്നൊരു നരകമായിട്ടാണ് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്നതിനെ പറയുന്നത്. കുംഭീപാകം എന്ന് പറഞ്ഞാൽ കുടത്തിലിട്ട് ചൂടാക്കുക, നമ്മുടെ പുട്ടുക്കുറ്റി ചൂടാക്കുന്നത് പോലെ, കുംഭത്തിലിട്ട് പാകം ചെയ്യുന്നത് പോലെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളൊക്കെ വേവിക്കപ്പെടുന്നത്. അവിടെ വേവിക്കുകയാണ് നമ്മളെ ഇട്ടിട്ട്. ഇപ്പൊ തന്നെ ഇത്രയും തുറസായ സ്ഥലത്ത് നമുക്ക് വേവണു. അപ്പൊ പിന്നെ അവിടെ എങ്ങനെ ഇരിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ നമുക്ക് പുറത്തേക്ക് വന്നപ്പോൾ മറന്നുപോയി നമ്മൾ, അല്ലേ? ആ മായ കൊണ്ട് പുറത്തേക്ക് വന്നതോടുകൂടി എല്ലാം മറന്നു. പക്ഷെ 10 മാസം നമ്മൾ അവിടെ കഷ്ടപ്പെട്ടത് പാപങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, കലുഷം കലയതി, ആ പാപവുമായി ഞാൻ ചേരുന്നു. പാപത്തിന്റെ ഫലമായിട്ടുള്ള ദുരിതങ്ങൾ എന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അനുഭവിക്കുന്നു. അങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? നല്ല സാധനങ്ങളാണോ? വിൺമൂത്രാമേദ്യമധ്യേ, വിട്ട് എന്ന് പറഞ്ഞാൽ മലം, മൂത്രം അങ്ങനെയുള്ള അമേദ്യങ്ങളുടെ നടുവിലാണ് നമ്മൾ കിടക്കുന്നത്, അല്ലേ? അമ്മയുടെ ഗർഭത്തിൽ, ആ ഗർഭപാത്രത്തിൽ എല്ലാ അഴുക്കിൻ്റെയും നടുവിലാണ് കിടക്കുന്നത്. അവിടെ കൊതയതി നിതരാം ജാഡരോ ജാതവേദാഹ. ജാതവേദസ് എന്നുള്ളത് അഗ്നിയുടെ പര്യായമാണ്. ജാഡരോ ജാതവേദ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിലുള്ള, അമ്മയുടെ ഉദരത്തിലുള്ള അഗ്നി എന്നെ അവിടെ നിതരാം കൊതയതി, അവിടെ ഇട്ട് എന്നെ തിളപ്പിക്കുന്നു അല്ലെങ്കിൽ പൊള്ളിക്കുന്നു എന്നൊക്കെ അർത്ഥമാണ്. അവിടെ കിടന്ന് ഞാൻ പൊള്ളുകയാണ്, വേദനിക്കുകയാണ്, എൻ്റെ ചുറ്റും ചുട്ടു നീറുകയാണ്. ആ ഒരവസ്ഥയിലാണ് 10 മാസം അമ്മയുടെ ഗർഭത്തിൽ ഞാൻ കിടന്നത്. അവിടെ യദ്യദ്വൈ തത്ര ദുഃഖം വ്യതയതി, ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഏതേത് ദുഃഖങ്ങളാണോ എന്നെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നത്, പീഡിപ്പിച്ചു കൊണ്ടിരുന്നത്, നിതരാം ശക്യതേ കേന വക്തും, അതിനെ ആർക്ക് നന്നായിട്ട് പറയാൻ കഴിയും? കേന വക്തും ശക്യതേ, ആർക്കെങ്കിലും അവിടെ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുമോ? എണ്ണി പറയണമെങ്കിൽ ഓരോ നിമിഷവും അനുഭവിച്ച വേദനകളുണ്ട്, അല്ലേ? അമ്മ നല്ല ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ അവിടെ പൊള്ളും കിടന്നിട്ട് ഉള്ളിൽ ഒന്നുകൂടെ ചൂടാവും. അമ്മ എരിവുള്ള ഭക്ഷണം കഴിച്ചാൽ അത് കൂടുതൽ പ്രശ്നമാവും, ചുട്ടു നീറും, അല്ലേ? അമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉള്ളിലുള്ള കുട്ടി ബാധിക്കപ്പെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം അമ്മമാര്. പക്ഷെ ഇന്നത്തെ അമ്മമാരൊക്കെ അങ്ങനെയാണോ? അല്ലേ? ആ കുട്ടിയുടെ പാപത്തിനനുസരിച്ചിരിക്കും അമ്മമാരുടെ സ്വഭാവം. എന്തായാലും അങ്ങനെ അവിടെ അനുഭവിക്കുന്ന ഇത്രയും തുടർച്ചയായിട്ട് ഒരു നിമിഷം പോലും ബ്രേക്കില്ലാതെ ശ്വാസം മുട്ട് അനുഭവിച്ചുകൊണ്ട് അവിടെ അനുഭവിച്ചതൊന്നും എണ്ണി പറയാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെ ആ ഗർഭപാത്രത്തിലെത്തി? പൂർവജന്മത്തിൽ ചെയ്ത അപരാധം കൊണ്ട്. എന്താ അപരാധം? ഭഗവാനെ ഭജിച്ചില്ല. ഭഗവാൻ നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ തന്നിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിച്ചില്ല. അതാണ് പാപം. അപ്പോൾ ആ പാപങ്ങളുടെ ഫലമായിട്ടാണ് ഞാൻ ഗർഭപാത്രത്തിൽ വസിച്ചത്. ഇനി എനിക്ക് അങ്ങനെ സംഭവിക്കില്ല ഭഗവാനെ, ഇത് അവസാനത്തേതാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, എൻ്റെ അപരാധം ക്ഷമിക്കണമേ. ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ഹേ ശിവ 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 ഭോഹോ. ഭോഹോ എന്നുള്ള സംബോധനയാണ്, വിളിക്കുകയാണ്. എന്നെ ഒന്ന് കേൾക്കൂ, എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഹേ ശ്രീ മഹാദേവ ശംഭോ, ദേവാദിദേവനാണങ്ങ്, എല്ലാവർക്കും മംഗളത്തെ ചെയ്യുന്നതാണ്. ശംഭു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശംഭവതീതി ശംഭു, എല്ലാവർക്കും മംഗളത്തെ ഭവിപ്പിക്കുന്നവൻ. ശിവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗളമൂർത്തി. ശങ്കരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശംകരോതി ഇത് ശങ്കരഃ, മംഗളത്തെ, എല്ലാവർക്കും സുഖത്തെ നൽകുന്നവൻ. അപ്പോൾ ആ ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്ക് മംഗളമുണ്ടാകും. അപ്പോൾ ആ ഭഗവാനെ വിളിച്ചു പറയാണ്, മേ അപരാധഃ ക്ഷന്തവ്യഃ, ഞാൻ ചെയ്ത അപരാധങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇവിടെ അപരാധം 2 തരത്തിലുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കൽ ഒരു അപരാധമാണ്, ഒമിഷൻ എന്ന് പറയും. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കൽ ഒരു അപരാധമാണ്. അധികം ചെയ്യരുതാത്തതൊക്കെ ചെയ്യുക, അതും അപരാധമാണ്. അപ്പോൾ ഒമിഷൻ ആൻഡ് കമ്മീഷൻ എന്ന് പറയും. ചെയ്യരുതാത്തത് ചെയ്യൽ, വേണ്ടാത്തതൊക്കെ കമ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള അപരാധങ്ങളുണ്ട്. ഇത് രണ്ടും പൂർവ്വജന്മത്തിൽ ഞാൻ ചെയ്തു. ഭഗവാനെ ഭജിക്കേണ്ടിടത്ത് ഭജിച്ചില്ല, വേണ്ടാത്തതൊക്കെ ചെയ്തു കൂട്ടുകയും ചെയ്തു. അതിൻ്റെ ദുരന്ത ഫലമാണ് ഞാനിപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ ജന്മം അനുഭവിച്ചത്. ഇനിയൊരു ഗർഭപാത്രത്തിൽ കിടക്കാതിരിക്കാൻ ഈ ജന്മത്തിൽ ഞാൻ ഭഗവാനെ ഭജിക്കും എന്നുള്ളൊരു ഒരു ദൃഢപ്രതിജ്ഞ കൂടിയാണ് ഈ അപരാധ ക്ഷമാപണം. അല്ലാതെ എന്നും ഞാനിങ്ങനെ തെറ്റ് ചെയ്യുക, അപരാധ ക്ഷമാപണം ചെയ്യുക.
അങ്ങനെയാണോ വേണ്ടത്? ആനയെ കുളിപ്പിച്ച് നിർത്തിയാൽ ആന ഉടനെ തന്നെ പിന്നെയും മണ്ണുവാരിയിടും. കുഞ്ചര ശൗചവത് എന്ന് പറയും. കുഞ്ചരം ആന, അതിനെ കുളിപ്പിച്ചാൽ വീണ്ടും മണ്ണ് വാരിയിടുക. അതുപോലെയാണോ ഒരിക്കൽ ചെന്ന് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് അപരാധ ക്ഷമാപണം ചെയ്തു, വീണ്ടും തെറ്റ് ചെയ്യുക, വീണ്ടും ക്ഷമാപണം ചെയ്യുക? അങ്ങനെ പാടുവോ? യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്ത തെറ്റില് പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം, വേണ്ടേ? ആ ഒരു പ്രതിജ്ഞ കൂടി ഈ സ്തോത്രം ചൊല്ലുമ്പോൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. അങ്ങനെ നമുക്ക് ഒരു മാറ്റം വരുത്താൻ, നമ്മളിൽ തന്നെ മാറ്റം വരുത്താൻ പറ്റിയ ഒരു സ്തോത്രമാണ് ഈ സ്തോത്രം. ബാല്യേ ദുഃഖാതിരേകാത്മലലുളിതവപുഃ സ്തന്യപാനേ പിപാസുഃ നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവമലജനിതാ ജന്തവോ മാം തുദന്തി നാനാരോഗാദിദുഃഖാത് രുദിതപരവശഃ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. അപ്പൊ ഗർഭാവസ്ഥയിൽ നിന്ന് പ്രസവിച്ച് പുറത്തേക്ക് വന്നു. പിന്നെയുള്ള അവസ്ഥ എന്താണ്? ബാല്യം അല്ലെങ്കിൽ ശൈശവം ഒക്കെ പറയുന്നത് അല്ലേ? ആദ്യത്തെ അവസ്ഥ ശൈശവം എന്ന് പറയും. ആ ശൈശവം, അമ്മയുടെ പാല് കുടിക്കുന്ന പ്രായം ശൈശവം. അത് കഴിഞ്ഞാൽ പിന്നെ ബാല്യം എന്ന് പറയാം. അപ്പൊ ഈ രണ്ടവസ്ഥയ്ക്കും കൂട്ടിയിട്ടാണ് ഇവിടെ ബാല്യം എന്നിവിടെ പറഞ്ഞത്. അപ്പൊ ബാല്യത്തിൽ ദുഃഖാതിരേകാത്, നമുക്ക് പല പരിമിതികളും ഉണ്ട് അല്ലേ? ദുഃഖം എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ എന്നാണ് മുഖ്യ അർത്ഥം, പരിമിതികൾ എന്നാണ് അർത്ഥം. ആ പരിമിതികൾ നമ്മളെ ശ്വാസം മുട്ടിക്കുന്നു. അപ്പൊ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഉടനെ എണീച്ച് നടക്കാറായോ? സംസാരിക്കാറായോ? എന്തെങ്കിലും ആവശ്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുമോ? വിശന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? കരയും അല്ലേ? ഉറുമ്പ് കടിച്ചാൽ കരയും, വയറുവേദനിച്ചാൽ കരയും, കൊതുകടിച്ചാൽ കരയും. ആകെ കൂടി അറിയാവുന്നത് വാവിട്ട് നിലവിളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ അമ്മയ്ക്കുണ്ടോ വകതിരിവ്? എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത് എന്ന് അമ്മമാർക്ക് മനസ്സിലാവുമോ? വയറുവേദനിച്ച് കരയുമ്പോൾ പിന്നെയും പാല് വന്ന് തള്ളും അല്ലേ? പാല് കൊണ്ടു തരും. അപ്പോൾ കൂടുതൽ വയറുവേദനിക്കാനിടയാവും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കരയണം? ഉറുമ്പ് കടിച്ചിട്ടാ കരയെന്നൊന്നും തിരിച്ചറിയില്ല, പിന്നെയും വേറെന്തെങ്കിലും ചെയ്യും. അപ്പൊ ഇങ്ങനെ ദുഃഖാതിരേകം, ബാല്യകാലത്ത് നമുക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല, പല പരിമിതികളുണ്ട്, ഇന്ദ്രിയങ്ങൾക്കൊന്നും സാമർഥ്യമില്ല. എവിടെയാ കിടക്കുന്നത്? മലലുളിതവപുഃ, മലത്തിൽ പുരണ്ട് കിടക്കുന്ന ശരീരം അല്ലേ? ശരീരം മുഴുവൻ. അത് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമോ ഏറ്റവും കഷ്ടം. പണ്ടൊക്കെ അപ്പപ്പോൾ വൃത്തിയാക്കുമായിരുന്നു അല്ലേ? കുറച്ച് നേരമേ കിടക്കേണ്ടി വരുള്ളൂ. ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഓരോന്ന് കെട്ടിവെക്കുകയാണ്. സ്നഗ്ഗീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ അതിൽ കിടന്നിട്ടാണ് അവർ വല്ലാതെ ശ്വാസം മുട്ടുന്നത്. അതൊക്കെ അവർക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും, അവരുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടാക്കും. ഈ സ്നഗ്ഗീസൊക്കെ കെട്ടിക്കൊണ്ട് നടന്നാൽ അത് ഇറിറ്റേറ്റ് ചെയ്യും അവരെ. അതവരെ മെൻ്റലി വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, ടോർച്ചറാണത്. അത് അവർക്ക് സമൂഹത്തോട് തന്നെ വെറുപ്പുണ്ടാക്കാനൊക്കെ കാരണവും. അച്ഛനമ്മമാരോട് വെറുപ്പുണ്ടാവും. അപ്പോൾ അധിക നേരമൊന്നും ഇതൊന്നും കെട്ടിക്കൊണ്ട് നടക്കാൻ പാടില്ല. അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരം കെട്ടുക. പറ്റിയ ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ അഴിച്ചു നോക്കുക, അത് വൃത്തിയായിട്ടുണ്ടോ നോക്കണം, വേണ്ടേ? അപ്പോൾ ഇങ്ങനെ, അപ്പം മലത്തിൽ കിടന്നുരുളുന്ന ശരീരം മലലുളിതവപുഃ സ്തന്യപാനേ പിപാസുഃ, അമ്മയുടെ മുലപ്പാല് കുടിക്കാൻ നല്ല ദാഹമുണ്ട്, വിശപ്പുണ്ട്, അതിനുവേണ്ടി കരയുന്നു. എന്നാൽ ഒന്നും ചെയ്യാൻ ശക്തിയില്ല. നോ ശക്തശ്ച ഇന്ദ്രിയേഭ്യോ, ഇന്ദ്രിയങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാനോ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യാനോ വായ് കൊണ്ട് പറയാനോ ഒന്നിനും ശക്തിയില്ല എന്ന് പറയാം. ഭവമല ജനിതാ ജന്തവോ മാം തുദന്തി. ഭവമലം എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിലെ എല്ലാ പാപങ്ങളുടെയും ബലമായിട്ട് ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി കൊതുവും ഈച്ചയും ഉറുമ്പും ഒക്കെ അല്ലേ? നമ്മൾ പാപം ചെയ്തതിന് ആരെങ്കിലുമൊക്കെ ശിക്ഷിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കണമെന്ന് തോന്നും. കൊതുകടിക്കുന്നത് ആരെയാണ്? പാപത്തിൻ്റെ ഫലമായിട്ടാണ്. ഈച്ചയും ഉറുമ്പും കടിക്കുന്നതൊക്കെ അതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പലതരം പുഴുക്കൾ, കൃമികൾ, വയറ്റിനകത്തും പുറത്തും എന്ന് പറഞ്ഞ പോലെ പലതരത്തിലുള്ള കൃമികളൊക്കെ നമ്മളെ കടിക്കും. അപ്പോൾ ഭവമല ജനിതാഹ, ആ സംസാര മലത്തിൽ നിന്നുണ്ടായിട്ടുള്ള ജന്തവഹ, അനേക ജന്തുക്കൾ, പ്രാണികൾ, മാം തുദന്തി, എന്നെ പീഡിപ്പിക്കുന്നു, എന്നെ വേദനിപ്പിക്കുന്നു. നാനാരോഗാദി ദുഃഖാത് രുദിതപരവശഃ, പലതരത്തിലുള്ള ബാലപീഡകൾ എന്ന് പറയും നമ്മൾ അല്ലേ? കുട്ടിക്കാലത്ത് ചൊറി, ചെരങ്ങ്, വയറുവേദന, എന്തെല്ലാം പനി, ജലദോഷം മാറി 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 വന്നുകൊണ്ടേയിരിക്കും, ബാലാരിഷ്ടതകൾ അല്ലേ?
അപ്പോൾ ആ പീഡകളെ കൊണ്ടും രുദിത പരവശഃ, എപ്പോഴും കരഞ്ഞ അവശനായിട്ടുള്ള അവസ്ഥയാണ്. ആ സമയത്തുണ്ടോ ഭഗവാനെ സ്മരിക്കാൻ പറ്റുന്നു? ഈ ബാല്യത്തിൽ ആരെങ്കിലും ഭഗവാനെ സ്മരിക്കുമോ? ഇങ്ങനെയുള്ള അവസ്ഥയിൽ പൂർണ്ണ അസ്വതന്ത്രതയാണ്. അപ്പോൾ ശങ്കരം ന സ്മരാമി, ശങ്കരനെ ഞാൻ സ്മരിച്ചില്ല, എന്നെ കൊണ്ട് സ്മരിക്കാൻ സാധിച്ചില്ല. ഭഗവാനെ, ബാല്യത്തിൽ ഞാൻ ഭഗവാനെ സ്മരിക്കാതിരുന്ന ആ അപരാധം അങ്ങ് എന്നോട് പൊറുക്കേണമേ. ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. പ്രൗഢോഹം യൗവനസ്ഥോ വിഷയ വിഷതരൈ പഞ്ചഭിർമർമ്മസന്ധോ ദഷ്ടോ നഷ്ടോ വിവേകഃ സുതധന യുവതി സ്വാദു സൗഖ്യേ നിഷണ്ണഃ. ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാതിരൂഢം ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. യൗവനസ്ഥഃ, യുവാവായി തീർന്നപ്പോൾ, പ്രൗഢോഹം, ഞാൻ നല്ല വളർച്ച പ്രാപിച്ചു, എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ ശക്തി പ്രാപിച്ചു, എല്ലിനൊക്കെ നല്ല ബലം, അല്ലേ, നട്ടലിലൊക്കെ നല്ല ബലം വെച്ചു. അപ്പോൾ ആരുടെ മുമ്പിലും കുനിയില്ല, നല്ല അഹങ്കാരിയായി, ചോരത്തിളപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അല്ലേ? ആ യൗവനപ്രായത്തില് പ്രൗഢനായിട്ട് വിഷയ വിഷതരൈഹി പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേകഃ. നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, കാത്, നാവ്, ത്വക്ക്. ഇതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇതാണ് ലോകവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ലോകത്തെ കാണാനും കേൾക്കാനും അറിയാനും ഉപയോഗിക്കുന്ന സെൻസ് ഓർഗൻസ് എന്നാണ് ഇതിനെ പറയുക. സെൻസ് ചെയ്യുന്നത് ഓർഗൻസ്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ലോകത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് വേണ്ടാത്തതൊക്കെ കൊണ്ടുവരും, വിഷം കൊണ്ടുവരും. അതാണ് ഇവിടെ 5 പാമ്പുകളെ പോലെ ഈ ഇന്ദ്രിയങ്ങൾ എന്നിലേക്ക് വിഷം സന്നിവേശിപ്പിക്കുകയാണ്. വേണ്ടാത്തതൊക്കെ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്ത് എന്നെ വിഷത്തിൽ ഇതാക്കുകയാണ്. അതാണ് വിഷയങ്ങളാകുന്ന വിഷധരങ്ങളായ 5 പാമ്പുകളെ പോലെ 5 ഇന്ദ്രിയങ്ങൾ എൻ്റെ മർമ്മസന്ധികളിൽ ദംശിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സും ബുദ്ധിയുമൊക്കെ പൊല്യൂട്ടഡ് ആക്കിയിരിക്കുന്നു. അതാണ് മർമ്മസന്ധികൾ. അപ്പൊ അതിനെയൊക്കെ നശിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടോ വിവേകഃ നഷ്ടഃ, എനിക്ക് നല്ല കാര്യങ്ങളൊന്നും ചിന്തിക്കാനേ സാധിക്കുന്നില്ല. വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് മാത്രമേ മനസ്സ് പോവുള്ളൂ ഈ യൗവനത്തിൽ, അല്ലേ? ഈ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ നമ്മളെ പ്രലോഭിപ്പിച്ചിട്ട് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകും അഹങ്കാരം കൊണ്ട്. അപ്പോൾ സുതധന യുവതി സ്വാദു സൗഖ്യേ നിഷണ്ണഃ. സുത എന്ന് പറഞ്ഞാൽ മക്കള്, ധനം എന്ന് പറഞ്ഞാൽ സമ്പാദ്യം, യുവതി എന്ന് പറഞ്ഞാൽ ഭാര്യ മുതലായ സ്ത്രീകളോട് പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് പുരുഷന്മാരോടും ഒന്ന് അവിടെ എടുക്കണം. അപ്പോൾ യുവതി സ്വാദു, സ്വാദു എന്ന് പറഞ്ഞാൽ അതിനെ ആസ്വദിക്കുന്ന കാര്യത്തിൽ, അതിനെ എൻജോയ് ചെയ്യുന്ന കാര്യത്തിൽ, ആ സൗഖ്യത്തിൽ. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളുടെ സുഖങ്ങളിൽ ആയിക്കൊണ്ട് ഭാര്യ, മക്കള്, ധനം സമ്പാദിക്കുക, ഇതിനൊക്കെ ആയിക്കൊണ്ട് അതിൽ നിഷണ്ണഃ, അതിൽ മുഴുകിയവനായിരിക്കുന്നു. അപ്പൊ യൗവനകാലത്ത് ഈ പറഞ്ഞതായിട്ടുള്ള ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി ലൗകിക ഭൗതികങ്ങളായിട്ടുള്ള സുഖങ്ങളുടെ പുറകെ പായുന്ന കാലമാണ്. അപ്പോഴുണ്ടോ ഈശ്വരനെ ചിന്തിക്കാൻ പറ്റുന്നു, അല്ലേ? യൗവനത്തിൽ ആരെങ്കിലും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വിളിച്ചാൽ വരുമോ? ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്, ഭാഗ്യം, അല്ലേ? അവരൊക്കെ സുഹൃതികളാണ് എന്നറിയാം. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത സുഹൃതം കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ എത്താൻ പറ്റിയത്. പല യൗവനത്തിലുള്ളവരും, ഭൂരിപക്ഷവും ഇപ്പോൾ യൗവനം തന്നെയാണ് ഇവിടെ കാണുന്നത്. നല്ല കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ തോന്നിയില്ലോ, ഈ സമയത്ത് ഇവിടെ ഇരിക്കാൻ തോന്നിയില്ലോ, തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സുഹൃതം തന്നെയാണ്. പലർക്കും അത് സാധിക്കില്ല, ഭൂരിപക്ഷത്തിനും സാധിക്കില്ല. അതാണ് ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ. അഹോ കഷ്ടം, മമ ഹൃദയം, എൻ്റെ മനസ്സ്, ശൈവീ ചിന്താവിഹീനം. ശൈവീ എന്ന് പറഞ്ഞാൽ ശിവനെ സംബന്ധിച്ചത്. അപ്പൊ ശിവനെ സംബന്ധിച്ച, ഈശ്വരനെ സംബന്ധിച്ച ഒരു ചിന്തയും എൻ്റെ മനസ്സിൽ വരുന്നേയില്ല. വേണ്ടാത്ത ചിന്തകളെ വരുന്നുള്ളൂ. മാനഗർവാതിരൂഢം, എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ് മാനത്തിലും ഗർവം കൊണ്ടും വർദ്ധിച്ചിരിക്കുന്നു. അതിരൂഢം, അതിരോഹണം ചെയ്തിരിക്കുന്നു, കയറിയിരിക്കുക. എന്തിലാ കയറിയിരിക്കണം? മാനം, ഗർവം. മാനം എന്ന് പറഞ്ഞാൽ ഞാൻ കേമനാണ് എന്ന് സ്വയം അങ്ങോട്ട് അളന്നു വെച്ചിരിക്കുക.
മാനം എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം. നമ്മൾ നമ്മളെ തന്നെ അളന്നു വെച്ചിരിക്കുക. എന്താ, ഞാൻ VIP ആണ്, ഞാൻ സ്പെഷ്യലാണ്, ഞാൻ കേമനാണ്, എന്നെപ്പോലെ ആരുമില്ല, എൻ്റെ ആരോഗ്യം നോക്കൂ, എൻ്റെ യൗവനം നോക്കൂ, എൻ്റെ സൗന്ദര്യം നോക്കൂ, എൻ്റെ ധനം നോക്കൂ, എൻ്റെ എൻ്റെ ബന്ധുബലം, എൻ്റെ സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഗർവം തരുന്നതാണ്, പ്രൈഡ് തരുന്നതാണ്. അതാണ് മാനം. അതിൻ്റെ തന്നെ വർദ്ധിച്ചതാണ് ഗർവം. മാനം ഒന്നുകൂടെ മൂത്താൽ മറ്റുള്ളവരെ പുച്ഛിക്കാനും നിന്ദിക്കാനും തുടങ്ങും. അത് ഗർവത്തിൻ്റെ പ്രകടനമാണ്. മാനം എന്നുള്ളത് സ്വയം ഞാൻ കേമനാണെന്നുള്ള ഭാവമാണെങ്കിൽ, ഗർവത്തിൽ മറ്റുള്ളവരെ നിന്ദിക്കാനും അഹങ്കാരം കൊണ്ട് അവരെ പുച്ഛിക്കാനും ആട്ടാനും തുപ്പാനും എന്ന് പറഞ്ഞ പോലെ ആളുകളെ ചീത്ത വിളിക്കാനൊക്കെ തുടങ്ങും. നിന്ദിക്കലാണ് ആ ഗർവം. അപ്പോൾ അതുകൊണ്ടൊക്കെ എൻ്റെ മനസ്സ് വർദ്ധിച്ചിരിക്കുന്നു യൗവനത്തിൽ. അതുകൊണ്ട് യൗവനത്തിലും ഞാൻ ഭഗവാനെ സ്മരിച്ചില്ല, എൻ്റെ ആ അപരാധത്തെ ക്ഷമിക്കണേ എന്ന് ശങ്കരാചാര്യര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ഇനി വാർദ്ധക്യാവസ്ഥയിലോ ഭഗവാനെ ചിന്തിക്കാൻ പറ്റുമോ? ഇതുവരെ എങ്ങനെ ജീവിച്ചോ അതുപോലെ ഇരിക്കും സ്വഭാവം, അല്ലേ? എല്ലാവരും വിചാരിക്കണത് വയസ്സായിട്ട് ഈശ്വരനെ ഭജിച്ചാൽ പോരേ എന്നാണ്. എന്തിനാ ചെറുപ്രായത്തിലൊക്കെ ഭജിക്കുന്നത്? പക്ഷേ നിങ്ങൾ ചെറുപ്രായത്തിൽ ഭജിച്ചിട്ടില്ലെങ്കിൽ വയസ്സുകാലത്ത് ഭജിക്കാൻ തോന്നില്ല. നമ്മുടെ സംസ്കാരം അങ്ങനെ രൂപപ്പെട്ടിരിക്കണു. നമ്മുടെ സ്വഭാവം മാറി. ചൊട്ടയിലെ ശീലം ചുടല വരെ. അപ്പൊ നമ്മൾ ഈ ധനം സമ്പാദിക്കുന്നതിലും സ്ത്രീ വിഷയങ്ങളിലും മറ്റ് സൗഖ്യങ്ങളിലും ഭ്രമിച്ചുകൊണ്ടിരുന്നാൽ വയസ്സുകാലത്തും അതിൽ തന്നെയായിരിക്കും മനസ്സ്. ഇന്ദ്രിയങ്ങൾക്കൊന്നും ശക്തിയില്ല, പല്ലില്ല, നല്ല മുറുക്കും അതുപോലെയുള്ള ബലമുള്ളതൊന്നും കടിച്ചു തിന്നാനും നിവൃത്തിയില്ല. പക്ഷെ കൊതി ഉണ്ടാവും അവിടെ. അപ്പൊ എന്ത് ചെയ്യും? ഒന്ന് നല്ലോണം പൊടിച്ചിട്ടൊക്കെ തിന്നാ എന്ന് പറയും, അല്ലെങ്കിൽ വെള്ളത്തെ കുതിർത്തിയിട്ട് തിന്നാ, അല്ലേ? കണ്ണ് കാണാതെയായി, എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ണട വെച്ചോ ഓപ്പറേഷൻ ചെയ്തോ എങ്ങനെയെങ്കിലുമൊക്കെ കാഴ്ച നിലനിർത്താനും ദൂരെയുള്ളതൊക്കെ കാണാനും ലോകം മുഴുവൻ കാണാനുമുള്ള കൊതി. നാവിന് രുചിയൊക്കെ നഷ്ടപ്പെട്ടു. പ്രഷറുണ്ട്, ഷുഗറുണ്ട്, ഒന്നും കഴിക്കാൻ പാടില്ല. പക്ഷെ കൊതി കൂടി കൂടി വരണു, അല്ലേ? അതല്ലേ അവസ്ഥ വാർദ്ധക്യത്തിൽ. അപ്പൊ ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും വാർദ്ധക്യത്തിലും നിങ്ങൾ എന്താണോ യൗവനത്തിൽ ശീലിച്ചത് അത് തന്നെയാ തുടരുള്ളൂ. അപ്പോൾ വയസ്സുകാലത്ത് ഈശ്വരനെ വിചാരിക്കാന്ന് ചിന്തിച്ചാൽ നടപ്പില്ല. അപ്പോൾ വേണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കണമെന്ന് മഹാത്മാക്കൾ നമ്മളോട് പറഞ്ഞു തരുന്നു. അപ്പോൾ വാർദ്ധക്യേ ചേന്ദ്രിയാണാം വികലഗതിമതിശ്ചാദിദൈവാദിതാപൈ പ്രാപ്തൈർരോഗൈർവിയോഗൈ വ്യസനകൃശതനോർജ്ഞപ്തിഹീനം ച ദീനം മിഥ്യാമോഹാഭിലാഷൈഃ ഭ്രമതി മമ മനോ ദുർജടേർധ്യാനശൂന്യം ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ഇപ്പൊ വാർദ്ധക്യത്തില് ഇന്ദ്രിയാണാം വികലഗതിമതി. ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, കാത്, മൂക്ക്, കയ്യ്, കാല്, ഈ ഇന്ദ്രിയങ്ങളൊന്നും അതിൻ്റെ ഗതിയും മതിയും വികലമാവും, വൈകല്യം പ്രാപിക്കും. വിളിച്ച വഴിക്ക് വരുമോ? കണ്ണ് വിളിച്ച വഴിക്ക് വരില്ല, കാത് വിളിച്ച വഴിക്ക് വരില്ല, കാത് കേൾക്കാതെയായി, അല്ലേ? നാവിന് രുചിയില്ലാതായി, കയ്യിന് ബലമില്ലാതായി, കാല് വിളിച്ച വഴിക്ക് വരുന്നില്ല, വേച്ച് 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 പോണു. പല അസുഖങ്ങളെ കൊണ്ടും പല രീതിയിൽ ഷേപ്പുകളൊക്കെ മാറും, അല്ലേ? കാല് വളഞ്ഞു പോകും, മുട്ടിൻ്റെ ഭാഗമൊക്കെ വളഞ്ഞിട്ടും കൈയൊക്കെ വല്ല ശുഷ്കിച്ചിട്ടും പലതരത്തിലെ രോഗങ്ങളെ കൊണ്ടും മറ്റുമൊക്കെ പല രീതിയിൽ രൂപം മാറും. നമ്മുടെ കൂന് ബാധിക്കും വയസ്സായി കഴിഞ്ഞാൽ, അല്ലേ? എഴുന്നേറ്റ് നിൽക്കാൻ ആരുടെയെങ്കിലും സഹായം വേണം. അപ്പോൾ ഗതിയും പോയി. ഗതി എന്ന് പറഞ്ഞാൽ വേഗം, ശക്തി എന്നൊക്കെ അർത്ഥം. അപ്പോൾ ശക്തിയും നഷ്ടപ്പെട്ടു. അതിൻ്റെ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി, ചിന്തിക്കാൻ അല്ലെങ്കിൽ വിവേകം ചെയ്യാനുള്ള സാമർഥ്യം ഇന്ദ്രിയങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ വികലഗതിമതി ആദിദൈവാദി താപൈഹി. ആദിദൈവം മുതലായ താപങ്ങൾ. നമ്മൾക്ക് ജീവിതത്തിൽ 3 തരത്തിലാണ്, 3 സോഴ്സുകളിൽ നിന്നാണ് ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ശാന്തി മന്ത്രങ്ങളിലും ഓം ശാന്തി 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 എന്ന് പറയുന്നത്. 3 സോഴ്സിൽ നിന്നും ശാന്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാ 3 സോഴ്സുകൾ? ഒന്ന് ആദി ദൈവം, മറ്റൊന്ന് ആദി ഭൗതികം, മറ്റൊന്ന് ആധ്യാത്മികം. ഇങ്ങനെ താപത്രയങ്ങൾ എന്ന് അതിന് പറയുക. താപം എന്ന് പറഞ്ഞാൽ ദുഃഖം, ത്രയം എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 3 തരത്തിലാണ് ദുഃഖങ്ങൾ. ഏത് ദുഃഖങ്ങളെയും ഈ 3 പട്ടികയിൽ ഏതിലെങ്കിലും ഒതുക്കാം.
അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് ഈശ്വരീയമായിട്ടുള്ള ശക്തികളിൽ നിന്നുണ്ടാവുന്നത് ആദിദൈവീകം. നമുക്ക് വല്ല നിയന്ത്രണമുണ്ടോ ഈ ചൂടിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇപ്പോഴുള്ള ഈ അന്തരീക്ഷ ചൂട് അതെന്താണ്? ആദിദൈവീകം. നമ്മുടെ കഴിവിലാണോ അതിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും പ്രതിവിധി അതുപോലെയൊക്കെ വല്ലതൊക്കെ വെക്കാം അല്ലേ? ഫാനൊക്കെ വെച്ച് AC ഒക്കെ വെച്ച് കുറച്ച് നിയന്ത്രിക്കാം. എന്താ പറയുക, അതുപോലെ വല്ല കാട്ടുതീ വരിക, അല്ലെങ്കിൽ വലിയ അതിവൃഷ്ടി, അല്ലെങ്കിൽ അനാവൃഷ്ടി, ഭൂകമ്പം അല്ലേ, അഗ്നിപർവ്വതം, ഇങ്ങനെ പ്രകൃതി ശക്തികളിൽ നിന്ന് വലിയ മിന്നൽ, ഇതൊക്കെ നമ്മളെ ആക്രമിക്കും. ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ആദിദൈവീകമായ താപം. അതുപോലെ ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളിൽ നിന്ന്, ഭൂതം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, നമ്മുടെ ചുറ്റുമുള്ള കാണുന്ന വ്യക്തികളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ മറ്റു വസ്തുക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടാവുന്ന പീഡകളാണ് ആദിദൈവീകം, ആദിഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളിൽ നിന്ന്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവനിൽ നിന്നുണ്ടാകുന്നത് എന്ത്? പീഡകൾ, ദുരിതങ്ങൾ, താപങ്ങൾ. അപ്പോൾ അവനവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന രോഗാദികൾ, മനസ്സിൻ്റേതായിട്ടുള്ള ദുഃഖങ്ങൾ, ബുദ്ധിയുടേതായിട്ടുള്ള മന്ദത്വം, മൂഢത്വം, സാമർഥ്യക്കുറവുകൾ അല്ലേ, ഇന്ദ്രിയങ്ങളുടെയൊക്കെ ശേഷി കുറയുന്നത്, ഇതൊക്കെ അവനവൻ്റെ പ്രശ്നമാണ്. അത് ആധ്യാത്മികം, അവനവനിൽ നിന്ന് ഭവിച്ചത് എന്നർത്ഥമാണ്. അപ്പം ഇങ്ങനെ 3 തരത്തിലുള്ള സോഴ്സുകളിൽ നിന്നുള്ള ദുഃഖങ്ങളൊക്കെ നമ്മളെ പീഡിപ്പിക്കുന്നത് ഏത് പ്രായത്തിലാണ്? നമ്മുടെ വാർദ്ധക്യാവസ്ഥയിൽ. യൗവനത്തിൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ കുറച്ചൊക്കെ ശേഷിയുണ്ടാവും നമുക്ക് അല്ലേ? ശരീരത്തിലൊരു രോഗം വന്നാൽ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ നടക്കാൻ പറ്റും. വയസ്സുകാലത്ത് അതേ രോഗം വന്നാലോ അത് വലിയ ഭാരമായിട്ട് തോന്നും അല്ലേ? വലിയ പീഡയായിട്ട് തോന്നും. കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞാലും ചെറുപ്പത്തിലാണെങ്കിൽ, യൗവനത്തിലാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല. ഒരു പനി വന്നാലോ ജലദോഷം വന്നാലോ മൈൻഡ് ചെയ്യില്ല. അതുപോലെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിലും നമുക്ക് ഭയമില്ല ചെറുപ്പത്തിൽ അല്ലേ? എന്തും വരുന്നത് വരട്ടെ, ഞാൻ നേരിടാം എന്നുള്ള തൻ്റെ ഇടം ഉണ്ടാവും. വയസ്സായ ഉണ്ടാവുമോ? എപ്പോഴും പേടിയാണ് വയസ്സുകാലത്തിൻ്റെ ലക്ഷണം. എന്തിൽ നിന്നും പേടിയാണ് അല്ലേ? നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മൾക്ക് സുരക്ഷിതം നൽകാൻ കൂടെ എപ്പോഴും ഉണ്ടാവണം. ആരെങ്കിലും അകന്നു പോകുകയാണെങ്കിൽ നമുക്ക് ഭയം തുടങ്ങുകയായി. അപ്പം ഇല്ലാത്ത രോഗങ്ങളൊക്കെ വരികയും ചെയ്യും ഭയപ്പെട്ടിട്ട് അല്ലേ? അപ്പം ഇങ്ങനെ ആദി ഭൗതികം, അതുപോലെ ആദി ദൈവീകം. ഇപ്പം വെയില്, തണുപ്പ്, മഴ, ഇതൊക്കെ വയസ്സന്മാർക്ക് സഹിക്കാൻ പ്രയാസമല്ലേ? യൗവനത്തിൽ നമ്മൾ മഴയത്ത് ഇറങ്ങി നടക്കും, വെയിലത്തിറങ്ങി നടക്കും, തണുപ്പ് പ്രശ്നമല്ല അല്ലേ? അപ്പോൾ ഇതൊക്കെ വർദ്ധിക്കുന്ന കാലമാണ് എന്ത്? വാർദ്ധക്യം. അതാണ് വികല ഗതിമതിശ്ച ആദിദൈവാദിതാപൈഹി. ആദിദൈവം, ആധ്യാത്മികം, ആദിഭൗതികം മുതലായ ദുഃഖങ്ങളെ കൊണ്ടും വിഷമിക്കുകയാണ്. പ്രാപ്തൈർ രോഗൈർ വിയോഗൈഹി വ്യസനകൃശതനോഹോ ജ്ഞപ്തിഹീനം ച ദീനം. രോഗങ്ങൾ വന്ന് പ്രാപിക്കും, വിട്ടുപോവില്ല. വയസ്സുകാലത്ത് വന്ന ഒരു രോഗവും നമ്മളെയും കൊണ്ടേ പോവുള്ളൂ അല്ലേ? അങ്ങനെ വയസ്സുകാലത്ത് രോഗങ്ങൾ പ്രാപിക്കുന്നു. വിയോഗങ്ങൾ എന്ന് പറഞ്ഞാലോ ഇഷ്ടജനങ്ങളുടെ വിയോഗം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മരിച്ചു പോവും അല്ലേ? നമ്മുടെ മക്കൾ വരെ നമ്മളെ ഉപേക്ഷിച്ച് ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. ഒരു വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവില്ല അല്ലേ? ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ലേ? കേരളത്തിലെ ഗൃഹങ്ങളൊക്കെ ഇന്നിപ്പോൾ എങ്ങനത്തെ അവസ്ഥയാണ്? ഓൾഡ് ഏജ് ഹോമുകളാണ്. മക്കളൊക്കെ എവിടെയാണ്? വിദേശത്താണ്. മരിക്കുന്ന സമയത്ത് ആരെങ്കിലും അടുത്തുണ്ടാവുമെങ്കിൽ ഭാഗ്യം. സുഹൃതം ചെയ്തവർക്കേ അങ്ങനെയുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ. മക്കളുടെ അടുത്തിരിക്കാനും ശുശ്രൂഷിക്കാനും വെള്ളം കിട്ടാനും ഒക്കെ കൊടുത്തു വെക്കണം എന്ന് പറയാം അല്ലേ? ജന്മാന്തരങ്ങളിൽ കൊടുത്തു വെക്കണം. ഈ ജന്മത്തിലും സുഹൃതം ചെയ്യണം. അപ്പം അങ്ങനെ വിയോഗങ്ങൾ നമ്മളെ വ്യസനിപ്പിക്കും. അങ്ങനെയൊക്കെ വ്യസനിച്ച് നമ്മുടെ ശരീരം കൃശതനു ആകും. കൃശതനു എന്ന് പറഞ്ഞാൽ അത് മെലിയുകയും ചുരുങ്ങുകയും ചെയ്യും. വയസ്സാവും തോറും ഹൈറ്റ് കുറയും, തടിയും കുറയും ആളുകളുടെ അല്ലേ? ചുരുങ്ങിപ്പോയി കൂനൊക്കെ വന്ന് വല്ലാത്ത അവസ്ഥയാവും, കൃശതനുവായി മാറും. ജ്ഞപ്തിഹീനം ച ദീനം. ജ്ഞപ്തി എന്ന് പറഞ്ഞാൽ ബോധം, അറിവ്. അപ്പം ജ്ഞാനം. ആ ജ്ഞാനം നഷ്ടപ്പെട്ട് പിച്ചും പേയും പറയാൻ തുടങ്ങും. ഓർമ്മയൊന്നും ഇല്ലാതാവും. മുമ്പിൽ വരുന്നത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ പോലും തിരിച്ചറിയാത്ത അവസ്ഥയുണ്ടാവും അല്ലേ? അപ്പോൾ ജ്ഞപ്തിഹീനം. ദീനം എന്ന് പറഞ്ഞാലോ പരവശത. ഏത് കാര്യത്തിനും മറ്റുള്ളവരുടെ സഹായം വേണം. ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ പോലും ആരെങ്കിലും കൈപിടിച്ച് വേണം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ കിടന്നിടത്ത് തന്നെ അല്ലേ? മലവിസർജനം ചിലപ്പോൾ കിടന്നിടത്ത് തന്നെയായിരിക്കാം. ഭക്ഷണം കഴിക്കുന്നത് കിടന്നിടത്ത് തന്നെയായിരിക്കാം. ചിലപ്പോൾ ട്യൂബിലൂടെ ആയിരിക്കാം. പല രീതിയിൽ ദൈന്യം അനുഭവിക്കുന്നതൊക്കെ വിസ്തരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പേടിച്ച് ഓടും അല്ലേ? അതുകൊണ്ട് ഞാൻ ഓടിപ്പോവുകയാണ്. ഇതൊക്കെ ഓരോ ശ്ലോകവും ഓരോ ദിവസം വർണ്ണിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലും നമുക്ക് ആരെ ഭജിക്കാൻ പറ്റില്ല?
ഈശ്വരനെ ഭജിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? നല്ല ആരോഗ്യമുള്ളപ്പോൾ തുടങ്ങണം. മനസ്സിലാവുണ്ടോ? അതിന് നമ്മുടെ ഒരു കേരളം ഭരിച്ച ഒരു ചക്രവർത്തി, ഒരു രാജാവായിരുന്നു കുലശേഖര പെരുമാൾ, അല്ലെങ്കിൽ കുലശേഖര ആഴ്വാർ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം മുകുന്ദമാല എന്ന അതിമനോഹരമായിട്ടുള്ളൊരു ഭക്തി സ്തോത്രം രചിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഭഗവാനോട്, കൃഷ്ണനോട് പറയുന്നുണ്ട്, കൃഷ്ണസ്ത്വദീയ പദപങ്കജ പഞ്ചരാന്ത അദ്യൈവ മേ വിശതു മാനസരാജഹംസഃ പ്രാണപ്രയാണ സമയേ കഭവാദപിത്തൈഃ കണ്ഠാവരോധന വിദൗ സ്മരണം കുതസ്തേ. ഹേ കൃഷ്ണ, എൻ്റെ മനസ്സാകുന്നൊരു രാജഹംസം, ഒരു അരയന്നം, അത് വിവേകത്തോടുകൂടി എന്ത് ചെയ്യണം? ത്വദീയ പദപങ്കജ പഞ്ചരാന്ത അദ്യൈവ വിശതു. അങ്ങയുടെ പാദകമലമാകുന്ന ഒരു കൂട്ടിലേക്ക് ഇപ്പൊ തന്നെ പ്രവേശിക്കട്ടെ, അതിൽ ഭദ്രമായിരിക്കട്ടെ. അവിടെ സുരക്ഷിതമാണ് അങ്ങയുടെ പാദകമലത്തിൽ. അവിടെ തന്നെ ആ പാദകമലത്തിൽ താമരയിൽ കേസരങ്ങളുണ്ടാവും ഉള്ളിൽ, അതാണ് അരയന്നങ്ങളുടെ ഭക്ഷണം. അപ്പോൾ അതുപോലെ അവിടെ തന്നെ അങ്ങയുടെ പാദതീർത്ഥം സേവിച്ചുകൊണ്ട് അങ്ങയുടെ പാദകമലങ്ങളാകുന്ന കൂട്ടിൽ ഇപ്പൊ തന്നെ എൻ്റെ മനസ്സാകുന്ന രാജഹംസം പ്രവേശിക്കട്ടെ. അദ്യൈവമേ വിശതു മാനസ രാജഹംസ. എന്താ കാരണം? പ്രാണപ്രയാണ സമയേ, എൻ്റെ പ്രാണൻ പോകുന്ന സമയത്ത് കഫവാദ പിത്തൈഹി, കഫം വാദം പിത്തം ഇതൊക്കെ ഇളകിയിട്ട്, ത്രിദോഷങ്ങളും ഇളകിയിട്ട് കണ്ഠാവരോധന വിധൗ, തൊണ്ടയടച്ച് ചക്രശ്വാസം വലിക്കുമ്പോൾ സ്മരണം കുതസ്തേ, എങ്ങനെ അങ്ങയെ സ്മരിക്കും അല്ലേ? ആ ഡോക്ടറെ വിളിക്ക്, ഈ ഡോക്ടറെ വിളിക്ക് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാതെ മരുന്ന് മാറ്റി നോക്ക്, അല്ലാതെ ഈശ്വരനെ വിളിക്കില്ല. എല്ലാറ്റിനും മരുന്നും ഔഷധവുമായിരിക്കുന്ന, എല്ലാറ്റിനും എന്താ പറയുക, വൈദ്യനുമായിരിക്കുന്ന ഭഗവാനെ വിളിക്കുവോ? ഭഗവാൻ വൈദ്യനാഥനാണ് അല്ലേ? ആ വൈദ്യനാഥനെ വിളിക്കില്ല, മറ്റ് വൈദ്യന്മാരെ മാറ്റി 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 പരീക്ഷിച്ച് നോക്കും. അപ്പോൾ ഒരിക്കലും വയസ്സുകാലത്ത് ഈ ഇങ്ങനെ തൊണ്ടയൊക്കെ ഇടറിക്കൊണ്ട് കിടക്കുന്ന കാലത്ത് ഈശ്വര സ്മരണ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ എൻ്റെ മനസ്സ് അങ്ങയുടെ പാദകമലങ്ങളിൽ ഉറക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അപ്പൊ നമുക്കും പ്രാർത്ഥിക്കണ്ടേ? ഈ യൗവനമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, എല്ലാ സുഖവുമുള്ളപ്പോൾ വേണം നമ്മൾ ഭഗവാനെ ഭജിക്കാൻ. അല്ലാതെ കഷ്ടം വരുമ്പോൾ മാത്രം ഭഗവാന്റെ അടുത്ത് ഓടിപ്പോകുന്ന മര്യാദയാണോ? നല്ല കാലത്തൊന്നും ഭഗവാനെ ചിന്തിച്ചില്ല, കഷ്ടകാലം വരുമ്പോൾ മാത്രം ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് മര്യാദയല്ല, ആണോ? അപ്പോൾ നേരത്തെ തന്നെ നല്ല അവസ്ഥയിലിരിക്കുമ്പോഴും കൃതജ്ഞതയോടെ ഇരിക്കുക. ആരോട്? ഭഗവാനോട്. കാരണം ഭഗവാൻ തന്ന സൗഭാഗ്യങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് ഒരു കൃതജ്ഞതയോടെ ഇരിക്കണം. എന്താ പറയുക, നന്ദിയോടെ ഇരിക്കണം. ഭഗവാൻ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മളൊന്നും തന്നതിനൊന്നും ഒരു കണക്കും പറയില്ല. നമ്മൾ തരാത്തതിനെ മാത്രം ഭഗവാന് കുറ്റപ്പെടുത്തും അല്ലേ? അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം തന്നെ. നമുക്ക് വേണ്ടി നമ്മുടെ അച്ഛനമ്മമാർ 99 കാര്യം ചെയ്തിട്ടുണ്ടാവും, ഒരു കാര്യം വിട്ടിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ അച്ഛനമ്മമാരെ നമ്മൾ പഴിക്കും. എന്നാലും എനിക്ക് ഇന്നത് ചെയ്തു തന്നില്ലല്ലോ. ചെയ്തതൊക്കെയോ? ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തും. ചെയ്തതൊക്കെ മറന്ന് ചെയ്യാത്തതിനെ മാത്രം എണ്ണി എണ്ണി പറയും അല്ലേ? ഭർത്താവ് തിരിച്ചു ആവാം. ഇങ്ങനെ ആളുകൾ, സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും ചെയ്തതൊക്കെ മറന്ന് ചെയ്യാത്തതിനെ മാത്രം കുറ്റപ്പെടുത്തുക. ഇത് ലോക സ്വഭാവമാണ്. അപ്പം അതുപോലെയാണ് നമ്മൾ ഈശ്വരനെയും കാണുന്നത്. ഈശ്വരനോടും നമ്മൾ ഇങ്ങനെയാ പറയുന്നത്, എനിക്കിന്നത് തന്നില്ലല്ലോ, എനിക്കിന്നത് തന്നില്ലല്ലോ, ഞാൻ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ എന്ന്. പക്ഷേ ഭഗവാൻ തന്നതിനെയൊക്കെ നമ്മൾ എണ്ണിയിട്ടുണ്ടോ? നല്ല ആരോഗ്യമുള്ള ശരീരം തന്നു, നല്ല മനുഷ്യജന്മം തന്നു, നല്ല ചുറ്റുപാടുകൾ തന്നു അല്ലേ? നല്ല അച്ഛനമ്മമാരെ തന്നു, നല്ല അറിവ് തന്നു. മന്ദബുദ്ധിയൊന്നും ആക്കിയില്ല, നമ്മളെ അംഗവൈകല്യമുള്ളവരാക്കിയില്ല. സോമാലിയിലല്ല നമ്മുടെ ജനനം അല്ലേ? ഈ മഹത്തായ ഭാരതഭൂമിയിലാണ് നമ്മൾക്ക് ജന്മം തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എണ്ണി എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? അതിനോട് നമുക്ക് കൃതജ്ഞത വേണ്ടേ? അതിനാണ് നമ്മുടെ ഗുരുദേവൻ നമുക്ക് മാതൃക കാണിച്ചു തന്നത്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. സരിതാജി, ഹരി ഓം, ഹരി ഓം. അയ്യോ, നമ്മൾ തുടങ്ങാൻ വൈകി, 12:30 തുടങ്ങിയത് കേട്ടോ.
അപ്പം അതുകൊണ്ട് ജ്ഞപ്തിഹീനം ച ദീനം, വയസ്സുകാലത്ത് ഒരു ബോധം ഉണ്ടാവില്ല, ദൈന്യ അവസ്ഥയായിരിക്കും, എല്ലാറ്റിനും പരസഹായം ആവശ്യമുണ്ടാവും. അപ്പം നമുക്ക് ഭഗവാനെ ഭജിക്കാൻ സാധിക്കുകയില്ല. മിഥ്യാമോഹാഭിലാഷൈ ഭ്രമതി മമ മനോ ദൂർജഡേർധ്യാനശൂന്യം. എൻ്റെ ആ വയസ്സുകാലത്തുള്ള മോഹാഭിലാഷങ്ങൾ എന്താണ്? മിഥ്യകളാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ? നടക്കാത്ത ആഗ്രഹങ്ങൾ. വയസ്സുകാലത്തുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ? നടക്കുകയാണെങ്കിൽ അത്രയും സുഹൃതികളായിരിക്കണം, അല്ലേ? നല്ല ഭാഗ്യമുള്ളവർ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള പുണ്യാത്മാക്കളായിട്ടുള്ള അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം കൂടെ നിന്ന് അനുകൂലമായിട്ട് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. അതല്ലാത്ത പാപികൾക്കോ അവർക്ക് ആഗ്രഹിച്ചതൊന്നും സാധിക്കില്ല. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണകൾ, ഭ്രമം എന്നൊക്കെ അർത്ഥമാണ്. അഭിലാഷങ്ങൾ, അതിനെ സംബന്ധിച്ച് ഓരോരോ ആഗ്രഹങ്ങൾ. അപ്പോൾ പല്ലില്ലാത്തവർക്ക് നല്ല മുറുക്ക് തിന്നാനുള്ള ആശ, അല്ലേ? കണ്ണ് കാണാത്തവർക്ക് TV സീരിയൽ കാണാനുള്ള ആശ, സിനിമകൾ കാണാനുള്ള ആശ, അല്ലെങ്കിൽ വഴി കൂടെ പോകുന്നവരെയൊക്കെ കാണണം എന്നുള്ള ആഗ്രഹം, ചെവി കേൾക്കുന്നില്ല പലതും കേൾക്കണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹം. അപ്പോൾ ഇന്ദ്രിയങ്ങളൊന്നും വിളിച്ച വഴിക്ക് വരുന്നില്ല. കാല് എണീച്ച് നടക്കാൻ വയ്യ, പക്ഷേ ലോകം മുഴുവൻ പോയി കാണണം എന്ന ആശ. നടക്കുമോ? എൻ്റെ കാലൊന്ന് ശരിയായിട്ട് വേണം, എനിക്ക് കുംഭമേളയ്ക്കൊന്ന് പോയിട്ട് മുങ്ങിയിട്ട് വരാൻ, അല്ലേ? പലരും ചിന്തിക്കുന്നുണ്ടാവും ഏത് കാലത്തിൽ 90 കഴിഞ്ഞിട്ട്. നടക്കുമോ? നടന്നാൽ സുഹൃതിയാണ് അവർ. അങ്ങനെ ഒരുപാട് പേര് വയസ്സായവർ പോയിട്ടുണ്ട് കേട്ടോ. എല്ലാം സുഹൃതികളാണ് അവർ, പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സുഹൃതമുണ്ടോ അതൊക്കെ സാധിക്കും. ഭഗവാനെ നേരത്തെ ഭജിച്ചിട്ടുണ്ടോ, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചിട്ടുണ്ടോ, അപ്പോൾ ഇതെല്ലാം സാധിക്കും. അപ്പോൾ ദൂർജടേർ ധ്യാനശൂന്യം മമ മനഃ ഭ്രമതി. ദൂർജടി എന്ന് പറഞ്ഞാൽ വളരെ പരിശുദ്ധമായ ജടയോടുകൂടിയവൻ, മനോഹരമായ വലിയ ജടാധാരിയായിരിക്കുന്ന ഭഗവാനെ ധ്യാനിക്കാതെ എൻ്റെ മനസ്സ് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു, വേണ്ടാത്ത വിഷയങ്ങളിലൊക്കെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഭഗവാനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വയസ്സുകാലവും ഇങ്ങനെ പാഴായി കളയണോ? അതുകൊണ്ട് എനിക്ക് ഈ വയസ്സുകാലത്തും ഇങ്ങനെ ഞാൻ ആവാതിരിക്കാൻ വേണ്ടി നമുക്കിപ്പം തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഭഗവാനോട് ഇപ്പോഴേ ക്ഷമാപണവും ചെയ്യാം. ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. അപ്പൊ ഇത് മനുഷ്യ ആയുസ്സിലെ, മനുഷ്യ ജന്മത്തിലെ വിവിധ അവസ്ഥകളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഇനി വരിവരിയായിട്ട് ഓരോരോ ശ്ലോകങ്ങളിലും മനുഷ്യർ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എണ്ണി എണ്ണി പറയണ്, അല്ലേ? അപ്പോൾ ഇത് പറയുന്നത് എന്തിനാണ്? ഇതൊന്നും ചെയ്തില്ല, അത് ആ അപരാധങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? ഇത് ചെയ്യേണ്ടതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ഇനിയും ചെയ്യാതിരിക്കരുത് എന്നുള്ള ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി അത് ചെയ്യാനായി കൊണ്ട് പ്രേരിപ്പിക്കുകയുമാണ്. അപ്പം ഇതൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും കാര്യങ്ങൾ നമുക്കിഷ്ടമുള്ളത്, നമുക്ക് സാധിക്കുന്നത് തിരഞ്ഞെടുക്കാം. ഒരു മനുഷ്യന് എന്തിലാണോ ശക്തിയുള്ളത്, എന്തിലാണോ താല്പര്യമുള്ളത്, ഏത് രീതിയിൽ ഈശ്വരനെ ഭജിക്കാൻ പറ്റുമോ, ഏത് യോഗം അവൻ അഭ്യസിക്കാൻ പറ്റുമോ, അപ്പോൾ അതിനെന്തൊക്കെയുണ്ട്? കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഹഠയോഗം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുടെ ഈശ്വരപ്രാപ്തിക്കായിക്കൊണ്ട് നമ്മളെ പാകപ്പെടുത്തി നമുക്ക് എപ്പോഴും ഈശ്വര സ്മരണ ഉള്ളിൽ നിർത്തി ആ ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണിതെല്ലാം. യോഗം എന്ന വാക്കിനർത്ഥം ഈശ്വരനുമായിട്ടുള്ള ചർച്ച എന്നാണ്. യുജിര മേളനേ, യുജിര സമാധൗ എന്ന യോഗ ശബ്ദത്തിന് രണ്ടർത്ഥമുള്ള, ഒന്ന് മേളനം, ഒന്ന് സമാധി. അപ്പോൾ ഭഗവാനിൽ മനസ്സുറയ്ക്കലാണ് സമാധി, ഭഗവാനുമായി ചേരലാണ് യോഗം. അപ്പോൾ ഭഗവാനുമായി ചേരണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏത് മാർഗം വേണമെങ്കിലും, ഏത് സാധന വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ ഹൈന്ദവ ധർമ്മം, സനാതന ധർമ്മം ഒരു സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, തിരഞ്ഞെടുക്കാനുള്ള. എല്ലാം എല്ലാവരും അനുഷ്ഠിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഏത് മാർഗം നിങ്ങൾക്ക് സുഗമമായി തോന്നുന്നുവോ ആ മാർഗം പിന്തുടരാവുന്നതാണ്. ചിലർക്ക് ജ്ഞാനമാർഗമായിരിക്കും ഇഷ്ടം. അപ്പോൾ ജ്ഞാനമാർഗം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുക്കൾ, വേദാന്തം, ഇതൊക്കെ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്യുന്ന ആ പദ്ധതി. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിന് അറിവുള്ള ഗുരുക്കന്മാരെ സമീപിച്ച് ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ
ശ്രവണം ചെയ്യണം. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് മനനം ചെയ്യണം, വിചാരം ചെയ്യണം, നമ്മുടെ ഉള്ളിലിട്ട് മഥനം ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ നിന്ന് ചില തീരുമാനങ്ങൾ, സിദ്ധാന്തങ്ങൾ നമുക്ക് ഉരുത്തിരിഞ്ഞ് വരും. അതാണ് നമ്മുടെ കൺവിക്ഷൻ. ആ കൺവിക്ഷൻ വെച്ചുകൊണ്ട് അതിനെ നിരന്തരം അനുസന്ധാനം ചെയ്യണം. അതാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ കൊണ്ട് ജ്ഞാനമാർഗത്തിലൂടെ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ആ വഴിക്ക് ഈശ്വരനുമായിട്ട് ഒന്നാവാം. നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണഭൂതനായ നിയന്താവായ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായ ഈശ്വരനും നാമും തമ്മിൽ വാസ്തവത്തിൽ ഭേദമില്ല. ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും രൂപത്തിൽ ഇരിക്കുന്നത് എന്നുള്ള അറിവ് ആ ജ്ഞാനമാർഗത്തിലൂടെ ലഭിക്കും. അതല്ലെങ്കിൽ ഭക്തിമാർഗത്തിലൂടെ പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം, ഇങ്ങനെ പടിപടിയായിട്ട് ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാനിലുള്ള പ്രേമം വർദ്ധിച്ച് ഭക്തി വർദ്ധിച്ച് അത് തന്നെ നമ്മൾക്ക് എത്ര കേൾക്കുന്നുവോ അപ്പോഴാണ് കീർത്തിക്കാനുള്ള കഴിവുണ്ടാവുക. അങ്ങനെ കീർത്തനം, അതുപോലെ ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ അർച്ചനാദികൾ പൂജാദികളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. ഇങ്ങനെ ഭക്തിമാർഗത്തിലൂടെ നിരന്തരം ഭഗവത് സ്മരണ ചെയ്ത് ഭഗവാനുമായിട്ട് നമുക്ക് ഒന്നായി തീരാം. അല്ലെങ്കിൽ ഹഠയോഗം എന്ന് പറയുന്ന ആ യോഗാസന പദ്ധതികളിലൂടെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന് പറഞ്ഞ് 8 പടികൾ കൊണ്ട് അല്ലെങ്കിൽ 8 അംഗങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിനെ ബഹിർമുഖമായ വിഷയങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഈശ്വരാഭിമുഖമാക്കി ആത്മാഭിമുഖമാക്കി ഈശ്വരനിൽ ഉറപ്പിക്കുന്ന മാർഗമാണ് അഷ്ടാംഗയോഗം എന്ന് പറയുന്ന ഹഠയോഗം. അതല്ലെങ്കിലോ കർമ്മയോഗം എന്ന് ഒരു പദ്ധതിയുണ്ട്. അതെന്താണ്? ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമാക്കി ചെയ്ത് അതിൽ നിന്ന് വരുന്ന ഫലങ്ങളെല്ലാം ഈശ്വര പ്രസാദ ബുദ്ധിയ ശാന്തരായി സന്തുഷ്ടരായി അനുഭവിക്കുക. അതിനാണ് നമ്മൾ വിഷ്ണു ഭക്തന്മാരെ കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ സ്മരണ വേണം. അപ്പോൾ ഭഗവാൻ, നമ്മൾ ചെയ്യുന്ന കർമ്മമെല്ലാം ഭഗവാന്റെ പൂജയായി മാറും. പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ്. അപ്പം നല്ലതേ ചെയ്യുള്ളൂ നമ്മൾ. അതിൽ നിന്ന് വരുന്ന ഫലമെല്ലാം ഭഗവാന്റെ പ്രസാദ ബുദ്ധിയ നമ്മൾ സ്വീകരിക്കും. അതാണ് കർമ്മയോഗത്തിൻ്റെ രഹസ്യം. അത് തന്നെ ശിവഭക്തന്മാരാണെങ്കിലോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം, ഞാൻ ഏതേത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം ഹേ മഹാദേവ അങ്ങയ്ക്ക് പ്രീതികരമായി ഭവിക്കട്ടെ, അങ്ങയ്ക്കുള്ള ആരാധനയായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാന് സമർപ്പിക്കണം. അപ്പോൾ ഏത് ഉപാസനാ മൂർത്തിയാണോ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ഇഷ്ടദേവതയ്ക്ക് നിങ്ങളുടെ കർമ്മങ്ങളെയൊക്കെ സമർപ്പിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് കർമ്മയോഗം എന്ന് പറയുക. അപ്പം ഇങ്ങനെ പലതരത്തിൽ ഇതിലൊക്കെ അവാന്തര വിഭാഗങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിനെ ഈശ്വരാഭിമുഖമാക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കർത്തവ്യം. അതിനിപ്പോൾ എല്ലാവർക്കും സാധിക്കുമോ? പെട്ടെന്നൊന്നും സാധിക്കില്ല. കാരണം ഇത്രയും കാലത്തെ സംസ്കാരം നമ്മളെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് തുടങ്ങി വയ്ക്കുക അല്ലേ? രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് കുളിച്ചിട്ടോ കുളിക്കാതെയോ കൈയും കാലും കഴുകിയിട്ടോ ഒന്നുകിൽ പൂജാമുറിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു ഈശ്വരൻ്റെ എന്തെങ്കിലും ഒരു പ്രതീകമുണ്ടാവില്ലേ, ഒരു ഫോട്ടോയോ, അതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് കുറച്ച് നേരം ആ ഭഗവാനെ നോക്കി നിന്ന് ചില പ്രാർത്ഥനകളൊക്കെ അവനവൻ അറിയുന്നത് ചെയ്യുക. അല്ലെങ്കിൽ എണീച്ചിരിക്കുമ്പോൾ തന്നെ ഇരുന്നിടത്തിരുന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് അവനവൻ്റെ കർമ്മങ്ങളിലേക്ക് മുഴുകാം. അത് കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴൊക്കെ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക. അടുത്തുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെന്ന് രാവിലെയോ വൈകുന്നേരമോ ഒഴിവുണ്ടാക്കി ദർശനം ചെയ്യുക. അവിടെയൊക്കെ നടക്കുന്ന സത്സംഗങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഈ സത്സംഗം പോലെ നമ്മളെ ഉദ്ധരിക്കുന്ന വേറൊരു മാർഗവും ഇല്ല. സത്സംഗം എന്നുള്ളതൊരു എലിവേറ്ററാണ്, അഥവാ ഒരു ലിഫ്റ്റ് കയറുന്ന പോലെയാണ്. കയറുക വേണ്ടു, ബാക്കി കാര്യം അത് നോക്കിക്കോളും അല്ലേ? ലിഫ്റ്റ് കയറിയാൽ നമ്മൾ നടക്കണോ? എസ്കലേറ്ററിൽ കയറിയാൽ നമ്മൾ നടക്കണോ?
അത് തന്നെ നമ്മളെ പൊക്കിക്കൊണ്ടുപോകും. ഇതുപോലെയാണ് സത്സംഗത്തിൻ്റെ മഹിമ. ആ സത്സംഗം നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയാതെ ഈശ്വരനോട് അടുപ്പിക്കും. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്നൊക്കെ ആചാര്യ ഭഗവത്പാദർ പറഞ്ഞു തന്നിരിക്കുന്നത് അതാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു മര്യാദയല്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സ് അങ്ങനെ പറയണു അല്ലേ സരിതാജി? കുറച്ച് സമയം അവർക്കും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ ഈ സമയം എന്നുള്ളത് എല്ലാവരും വിശന്നിരിക്കുന്ന അല്ലേ, ചിലരൊക്കെ ഊണ് കഴിച്ച് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. എല്ലാവർക്കും ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. എങ്കിലും ഇത്രയും നേരം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നവരൊക്കെ നല്ല ശ്രദ്ധയോടെ തന്നെ ഇരുന്നത്. നിങ്ങൾക്കെല്ലാം ആ ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് അതിൻ്റേതായിട്ടുള്ള ക്ഷേമവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകട്ടെ. എല്ലാവരുടെ ഉള്ളിലും ആ ഈശ്വര ഭക്തി വർദ്ധിച്ചു വരട്ടെ. ഭഗവാനോട്, ഉമാമഹേശ്വരനായിരിക്കുന്ന ഇവിടുത്തെ ഭഗവാനോട് നിങ്ങൾക്കെല്ലാം പ്രേമം വർദ്ധിച്ചു വരട്ടെ. നിങ്ങളുടെ സ്വന്തം കാരണവരായി ഈ ഭഗവാനെ നിങ്ങൾ കണ്ട് ഏത് കാര്യങ്ങൾക്കും ആ ഭഗവാനോട് പറഞ്ഞ് ഭഗവാന്റെ അനുമതിയോടുകൂടി ചെയ്യുക, ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ചെയ്യുക. എല്ലാ വിജയവും ഉണ്ടാകും എന്ന് നിങ്ങളെ ആശംസിക്കുന്നു. എനിക്ക് ഈ ഒരു കുറച്ച് സമയമാണെങ്കിലും എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനൊരു നിങ്ങളെയൊക്കെ കാണാനും കുറച്ച് നേരം നിങ്ങളുമായിട്ട് ചെലവഴിക്കാനും അവസരം തന്ന ഈ ക്ഷേത്ര ഭാരവാഹികളായിട്ടുള്ള എല്ലാവരോടും എൻ്റെ കൃതജ്ഞതാപൂർവം നമസ്കാരം അറിയിക്കുന്നു. അതുപോലെ ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ആചാര്യന്മാരോടും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. അപ്പോൾ ഞാനിവിടെ ഉപരമിക്കുകയാണ്. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. ഇനി എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ഊണ് കഴിച്ചവരും വന്നിരിക്കുക. അപ്പം നമ്മുടെ സരിത അയ്യർ അവരുടെ അതിമനോഹരമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള പ്രഭാഷണം കേൾക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടാവും അവരിൽ നിന്ന്. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഈ തന്നിട്ടുള്ളത് ദിവസവും വീട്ടിൽ ചെന്ന് വായിക്കുക കേട്ടോ, അത് പഠിക്കുക. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ അർത്ഥം അറിയാനുള്ള സാഹചര്യം വന്നു ചേരും, അതിനുള്ള യോഗ്യത നിങ്ങൾക്ക് വന്നു ചേരും, എല്ലാം അറിയാൻ പറ്റും. ഓം ഹരി ഓം.